ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു IAS ഫാക്ടർ. നമ്മൾ ഇന്ന് ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ അനാലിസിസ് ആണ് ചെയ്യുന്നത്. ഡേറ്റ് ഇസ് നവംബർ 15th, ഡൽഹി എഡിഷൻ ആണ്. സോ ലെറ്റ്സ് ഗോ ടു ദ ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ്. ഇന്നത്തെ വാർത്തയിൽ നമുക്ക് ഇന്നും ഒരു മിക്സഡ് വാർത്തകളാണ്. ഒരുപാട് എക്കണോമിക്സ് തൊട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളും ഇന്റർനാഷണൽ റിലേഷൻസിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് വാർത്തകളും കൂടെ ഉണ്ട്. സോ നമുക്ക് അതെല്ലാം ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. എല്ലാ ദിവസവും ഇപ്പോൾ എക്കണോമിക്സിൻ്റെ വാർത്തകൾ ഇതേപോലെ വരുന്നുണ്ട്. സോ നമുക്ക് ആദ്യം ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡിഫൻസ് ഫോഴ്സസ് തന്നെ. സോ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ആർട്ടിക്കിൾ തന്നെയാണത്. ആഫ്സ്പ റീഇംപോസ്ഡ് ഇൻ റയറ്റ് ഏരിയാസ് ഓഫ് മണിപ്പൂർ. അപ്പോൾ ഈ വാർത്ത നമുക്ക് തരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫീഡ് എന്താണെന്ന് വെച്ചാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു ഫാക്ടറും കൂടാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റും CRPFൻ്റെ വാർത്തകളും ഇന്റേണൽ സെക്യൂരിറ്റിയുടെ വാർത്തകളും എപ്പോഴും നമുക്ക് വരാറുണ്ട്. സോ മണിപ്പൂർ കണ്ടിന്യൂസ്ലി ന്യൂസിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സോ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി മണിപ്പൂരിലെ പ്രോബ്ലം നിങ്ങൾക്കറിയാം. ഓൾറെഡി മണിപ്പൂരിൽ കുക്കി ആൻഡ് അതേപോലെ തന്നെ മീസോ, കുക്കി അല്ലെങ്കിൽ മേറ്റി എന്ന് പറഞ്ഞ 2-3 ട്രൈബ്സ് അവർ തമ്മിലുള്ള ഓൾറെഡി ഒരു പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. സോ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് സിവിൽ ഓൾറെഡി മിലിറ്റൻസ് ആയിട്ടുള്ള കുറേ ആൾക്കാർ CRPFൻ്റെ ക്യാമ്പിൽ അറ്റാക്ക് ചെയ്തു. ഇത് കണ്ടോ, ആംഡ് മിലിറ്റൻസ് അവിടുത്തെ ട്രക്ക് ഡാമേജ് ചെയ്ത് കംപ്ലീറ്റ്ലി കത്തിച്ചു കളഞ്ഞു. CRPFനെതിരെയും ആൾക്കാർ ഫൈറ്റ് ചെയ്തു. തിരിച്ച് CRPF റിറ്റാലിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ മണിപ്പൂരിലേക്ക് നമ്മുടെ പ്രധാനപ്പെട്ട CAPF, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിനെ, നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സസിനെ ഒക്കെ ഇമ്മീഡിയറ്റ്ലി തന്നെ അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് അവിടുത്തെ ഗവൺമെൻറ്റും അല്ലെങ്കിൽ മണിപ്പൂരിൽ ഈ പ്രശ്നം കാരണം നമ്മുടെ ആൾക്കാർക്കും അവിടുത്തെ സെക്യൂരിറ്റി ഫോഴ്സസിനും ഒരു ഇന്റേണൽ ഇഷ്യൂ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇതെങ്ങനെ കൺട്രോൾ ചെയ്യും? അങ്ങനെ ഒരു ചോദ്യം വരുമ്പോഴാണ് പിന്നെയും ആഫ്സ്പ എന്ന് പറയുന്ന സൊല്യൂഷൻ പിന്നെയും വരുന്നത്. സോ വാട്ട് ഈസ് ആഫ്സ്പ? ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട്. പണ്ട്, ഇപ്പോഴല്ല, വളരെയധികം പണ്ട് ഒരുപാട് ഡിബേറ്റുകൾ ഉണ്ടായിരുന്ന സമയത്ത് കാശ്മീരിലൊക്കെ നമ്മൾ പറയും, നോർത്ത് ഈസ്റ്റിലെ പല സ്റ്റേറ്റ്സ്, മണിപ്പൂർ പോലത്തെ സ്റ്റേറ്റ്സിലും കാശ്മീരിലൊക്കെ ആഫ്സ്പ നിലനിന്നിരുന്നു. അതായത് ആഫ്സ്പ നിലനിൽക്കുക എന്ന് പറയുമ്പോൾ ഓൾറെഡി പട്ടാളത്തിന് അല്ലെങ്കിൽ ആംഡ് ഫോഴ്സസിന് സ്പെഷ്യൽ പവേഴ്സ് കിട്ടുകയാണ്. കാരണം ഗവൺമെന്റിന്റെ മെഷീനറിക്ക് ഇവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ പട്ടാളം അല്ലെങ്കിൽ മിലിറ്ററി വന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മിലിറ്ററിക്ക് ഒരുപാട് പവേഴ്സ് കിട്ടും. ഇങ്ങനത്തെ ഒരുപാട് പവേഴ്സ് കിട്ടുമെന്ന് പറഞ്ഞാൽ അവർക്ക് ആരെ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം, ഏത് സമയത്ത് ഏത് വീടും കയറി പരിശോധിക്കാം, ആരെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, ഒരു ത്രെറ്റ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണമെങ്കിൽ അവർക്ക് വെടിവെക്കാം, ആ സിറ്റുവേഷൻ ഡിഫ്യൂസ് ചെയ്യാം. പക്ഷേ ഇതിന്റെ ഓഫ് ഷൂട്ടായിട്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പലരും ഏറ്റവും കൂടുതൽ പരാതി പറഞ്ഞ ആഫ്സ്പയെ കുറിച്ചിട്ട് പറഞ്ഞൊരു വലിയ പ്രശ്നം കൂടാണ്. ആഫ്സ്പ വലിയ രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു ചരിത്രവും നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ പഠിക്കാനുണ്ട്. സോ യു ഷുഡ് റിമെമ്പർ ഹൗ ആഫ്സ്പ വാസ് മിസ്യൂസ്ഡ് ഓൺ എ ലാർജ് സ്കെയിൽ. ദർ വർ ലാർജ് നമ്പർ ഓഫ് അലിഗേഷൻസ്. എത്രയോ സ്ത്രീകളെ ആർമിക്കാർ റേപ്പ് ചെയ്തു. അതേപോലത്തെ ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ ഫേക്ക് എൻകൗണ്ടർ നടത്തി. ഫേക്ക് ആയിട്ടുള്ള മിലിറ്റൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരെ ഫേക്ക് എൻകൗണ്ടർ നടത്തി. ഇങ്ങനെ നീളും ഇതിന്റെ കംപ്ലൈൻറ്റ്സ് ആഫ്സ്പയ്ക്കെതിരെ. അങ്ങനെ ആഫ്സ്പ പതുക്കെ പല സ്ഥലങ്ങളിൽ നിന്നും കട്ട് ഡൗൺ ചെയ്തു. വലിയൊരു ഏരിയയിൽ നിന്നും മാറ്റി. ഇങ്ങനെ ഒരു വലിയൊരു ഏരിയയിൽ ആഫ്സ്പ ഉണ്ടായിരുന്നത് മാറ്റി അവസാനം ചെറിയ ഏരിയാസ് ആക്കി. പിന്നെ 1, 2 അല്ലെങ്കിൽ 19 ചെറിയ പ്ലേസസ് ആക്കി മാറ്റി. അപ്പൊ ഇവിടെ ഇനിയും ആഫ്സ്പ റീഇംപോസ് ചെയ്തിട്ടുണ്ട്. മണിപ്പൂരിൽ ആഫ്സ്പ കുറഞ്ഞു വരുമായിരുന്നു. പക്ഷെ ഇത്രയും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആർമി അല്ലെങ്കിൽ പാരാമിലിറ്ററി ഫോഴ്സസ് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ആഫ്സ്പ പിന്നെയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കഥ എന്ന് പറയുന്നത്. കണ്ടോ, ആഫ്സ്പ ഗിവ്സ് അൺബ്രിഡിൽഡ് പവർ ടു ദ ആർംഡ് ഫോഴ്സസ് വാസ് വിഡ്രോൺ ഫ്രം ദീസ് ഏരിയാസ് ഇൻ April 22. അവിടെ നല്ല കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് 2022 വിഡ്രോ ചെയ്തതാണ്. പിന്നെയും ആഫ്സ്പ കൊണ്ടുവരുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ആർമിയുടെ കൺട്രോളിലേക്ക് ഈ സ്ഥലങ്ങൾ ഇനിയും പോകും. സോ ഒരു സൊല്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പറയുന്ന പ്രധാന വാർത്ത. പിന്നെ അടുത്തത് നമ്മൾ എക്സ്പോർട്ട് ഇമ്പോർട്ടിനെ കുറിച്ച് പറയുന്നതാണ്. ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ട്രേഡിങ്ങിനെ റീബൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇത്തരം വാർത്തകളും ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ എക്കണോമിക്സ് പറഞ്ഞപ്പോഴും പറഞ്ഞു. ഡെഫിനറ്റ്ലി നമുക്കിങ്ങനെ എക്സ്പോർട്ട് ഇമ്പോർട്ട് എക്കണോമിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് ഇതെല്ലാം. പക്ഷേ നമുക്ക് ഒരു ദിവസം കൊണ്ടല്ല, 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ ഇത് കൂടാം, കുറച്ച് കഴിയുമ്പോൾ ഇത് കുറയാം. സോ നമുക്കറിയാം എക്സ്പോർട്ട് എന്താണ്. യു ഷുഡ് ബി വെരി ക്ലീൻലി അവെയർ അബൌട്ട് വാട്ട് ഈസ് എക്സ്പോർട്ട് ആൻഡ് വാട്ട് ഈസ് ഇമ്പോർട്ട്. ഈ ഡേറ്റ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ ഡേറ്റ ഒരു ലാർജർ ഡേറ്റയെക്കാട്ടും കൂടുതൽ ഓരോരോ ഒബ്ജക്റ്റ്, ഓരോരോ കോമഡിറ്റി അനുസരിച്ച് മാറും. സോ നമ്മൾ ഏതെങ്കിലും വേറൊരു രാജ്യത്തിലേക്ക് നമ്മുടെ ഗുഡ്സ് കയറ്റി അയക്കുന്നതിലാണ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. വേറൊരു രാജ്യത്ത് നിന്ന് നമ്മൾ ഇന്ത്യയിലേക്ക് ഒരു സംഭവം എടുക്കുന്നതാണ് ഇമ്പോർട്ട് എന്ന് വിളിക്കുന്നത്. ഇന്ത്യ ലാർജ് സ്കെയിൽ ആയിട്ട്
ഒരുപാട് കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. സിമെന്റ്, സ്റ്റീലൊക്കെ ഇന്ത്യ എക്സ്പോർട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാറുണ്ട്. അതേപോലെ പെട്രോളിയം ഇന്ത്യ റഷ്യയിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ട് എടുക്കാറുണ്ട്. അപ്പോൾ ഈ എക്സ്പോർട്ടിന്റെയും ഇമ്പോർട്ടിന്റെയും ഗ്യാപ്പ് പലപ്പോഴും നമ്മൾ നോക്കാറുണ്ട്, ട്രേഡ് ഡെഫിസിറ്റ് എന്നൊക്കെ പറയുന്ന പോലെ. സോ ഒരു രാജ്യത്തിന് ഏറ്റവും നല്ലത് എന്താണ്? ഒബ്വിയസ്ലി എക്കണോമിക്സ് പഠിക്കുമ്പോൾ നമുക്കറിയാം ഒരു രാജ്യത്തിന് ഏറ്റവും നല്ലത് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എക്സ്പോർട്ട് ചെയ്യുന്തോറും ഇതിന്റെ ഒരു ഈ ഡൈനാമിക്സ് കണ്ടിട്ടുണ്ട്. രാജ്യം ഇതൊരു രാജ്യമാണെന്ന് വിചാരിക്കുക, എക്സ്പോർട്ട് ചെയ്യുന്തോറും കൂടുതൽ പൈസ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. നമ്മൾ അങ്ങോട്ട് വെക്കുമ്പോൾ പൈസ ഇങ്ങോട്ട് വരും. ഇമ്പോർട്ടിൽ നിന്ന് വെക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പൈസ കൊടുക്കുന്നത്. ഒരു സാധനം വാങ്ങാൻ അങ്ങോട്ട് പൈസ കൊടുക്കുക, അപ്പോൾ കൂടുതൽ പൈസ പുറത്തേക്ക് പോകും. മറ്റേത് ഇൻഫ്ലോ ഇത് ഔട്ട്ഫ്ലോ. അപ്പോൾ ഒരു രാജ്യത്തിന് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നതല്ലേ നല്ലത്? എക്സ്പോർട്ട് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ പൈസ എക്കോണമിയിലേക്ക് വരുന്നത്. മറ്റേത് ഇന്ത്യൻ എക്കോണമിയിൽ നിന്ന് അവർ വേറെ രാജ്യത്തിന്റെ എക്കോണമിയിലേക്ക് പോവുകയല്ലേ ചെയ്യാം. അപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം ഇതിങ്ങനെ മാറിയും തിരിഞ്ഞും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രം ഇതിനെ കണ്ടാൽ മതി. സോ ഇതിൽ പറയുന്നുണ്ട് എക്സ്പോർട്ട് ഏകദേശം 17.25% ഗ്രോ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇന്ത്യയുടെ എക്സ്പോർട്ട് 17.25% ഗ്രോ ചെയ്തു നമുക്ക് കാണാം. ഈ ഗ്രാഫ് കണ്ടാൽ തന്നെ അറിയാം, എക്സ്പോർട്ട് ബ്ലൂയിലാണ്, ഇമ്പോർട്ട് റെഡിലാണ്. സോ ഇതിൽ തന്നെ നമുക്ക് കാണാം 2024 അവസ്ഥ എടുത്ത് നോക്കിയാൽ മതി. 2024 എടുത്ത് നോക്കിയാൽ മതി. റെഡ് ആണ് ഇമ്പോർട്ട്. കണ്ടോ, ഏപ്രില് കഴിഞ്ഞ വർഷം, ഈ വർഷം 24 നോക്കുമ്പോൾ ഇമ്പോർട്ടാണ് കൂടുതൽ. ഇവിടെ നോക്കുമ്പോഴും ഏപ്രിൽ, മെയ് ഇമ്പോർട്ടാണ് കൂടുതൽ, ജൂൺ ഇമ്പോർട്ടാണ് കൂടുതൽ, ജൂലൈ ഇമ്പോർട്ടാണ് കൂടുതൽ, ഓഗസ്റ്റ് ഇമ്പോർട്ടാണ് കൂടുതൽ, സെപ്റ്റംബർ ഇമ്പോർട്ടാണ് കൂടുതൽ. ഇതും ഏകദേശം ഇമ്പോർട്ട് കണ്ടോ. അപ്പോൾ ദാറ്റ് മീൻസ് കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് നമുക്ക്, അപ്പോൾ ഇതെന്താണ് കാണിക്കുന്നത്? നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ എപ്പോഴും ഗവൺമെന്റ് ഇമ്പോർട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യയുടെ സിറ്റുവേഷനാണ്. ദാറ്റ് മീൻസ് ഇതൊന്നും വേറൊരു കാര്യമല്ല, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ട് ഐറ്റമാണ് പെട്രോളിയം. നമുക്ക് പെട്രോളിയം ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആൻഡ് ഈ പെട്രോളിയം എല്ലാം നമ്മൾ പുറത്തുനിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് തന്നെ നമ്മുടെ ഇമ്പോർട്ട് ബിൽ എന്ന് പറയും. ഇമ്പോർട്ടിന് വേണ്ടിയുള്ള ഇറ്റ്സ് കോൾഡ് എൻ ഇമ്പോർട്ട് ബിൽ. അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ കൂടുതൽ പൈസ പെട്രോളിയം വാങ്ങിക്കാൻ കൊടുക്കണം. ഇതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഇതിന്റെ വാല്യൂസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല. ഇത് വായിച്ച എല്ലാം കൂടെ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ കിട്ടില്ല. സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പലതും ഏകദേശം എക്സ്പോർട്ടൊക്കെ ഓൾമോസ്റ്റ് എക്സ്പോർട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട്. പലതിനും 2 ഡിജിറ്റ് ഗ്രോത്ത് വന്നിട്ടു എന്ന് പറയുന്നുണ്ട്. പലതിനും 2 ഡിജിറ്റ് ഗ്രോത്ത് വന്നു. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഉദാഹരണത്തിന് എഞ്ചിനീയറിംഗ് പ്രൊഡക്ട്സ്, എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഗുഡ്സ്, അതേപോലെ കെമിക്കൽസ്, അതേപോലെ ഇലക്ട്രോണിക്സ്, റൈസ്, പിന്നെ പ്രധാനമായിട്ടും ടെക്സ്റ്റൈൽ, റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ഇതൊക്കെ 2 ഡിജിറ്റ് ഗ്രോത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇമ്പോർട്ട് തന്നെയാണ് കൂടുതലെന്നുള്ള ഒരു സത്യം നമുക്ക് അവിടെ മനസ്സിലാക്കാനേ പറ്റുള്ളൂ. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ട്രേഡ് ഡെഫിസിറ്റ് വൈഡൻ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ട്രേഡ് ഡെഫിസിറ്റ്, എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസം. ഈ ട്രേഡ് ഡെഫിസിറ്റ് വൈഡൻ ചെയ്തു. ഒബ്വിയസ്ലി ഇമ്പോർട്ടാണ് കൂടുതൽ, എക്സ്പോർട്ട് കുറവല്ല. അപ്പോൾ ട്രേഡ് ഡെഫിസിറ്റ്, എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള നോക്കുമ്പോൾ ഡെഫിസിറ്റ് ആണ്. കാരണം നമുക്ക് ഇമ്പോർട്ട് കൂടുതലും എക്സ്പോർട്ട് കുറവുമാണ്. അപ്പോൾ ട്രേഡ് ഡെഫിസിറ്റ് വലുതാവുക എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഇമ്പോർട്ട് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് ഡെഫിസിറ്റ് ആണ് നമുക്ക്. അപ്പോൾ അതേപോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. സ്പെൻഡിങ് മോർ ഓൺ ഇമ്പോർട്ട്സ്. അതേപോലെ തന്നെ ഗോൾഡിന്റെ ഇമ്പോർട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുന്നത്, ഗോൾഡിന്റെ ഇമ്പോർട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ പെട്രോളിയം ഇമ്പോർട്ട് വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇതിന് മൊത്തത്തിലുള്ള കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ് ഇതിന്റെ സ്റ്റോറി. ഇത് എക്കണോമിക്സിൽ വലിയ ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തത് സംസാരിച്ചത്. ഓക്കെ, പിന്നെ ഇനി അടുത്തത് നമുക്ക് സ്റ്റേറ്റ് പേജുകൾ നോക്കാം. നമ്മുടെ പ്രധാനപ്പെട്ട സ്റ്റേറ്റിന്റെ വാർത്തകൾ നോക്കുമ്പോൾ പൊളിറ്റിക്കൽ വാർത്തകൾ കഴിഞ്ഞാൽ എഗെയിൻ ഷാറൂഖ് ഖാന് ഇന്നലെ ഒരു ചോദ്യം കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ചോദിച്ചത് ഐ തിങ്ക് സൽമാനാണ് ചോദിച്ചെന്ന് തോന്നുന്നു എനിക്ക്. സൽമാൻ ഖാനെതിരെയുള്ള വധഭീഷണി കൂടുതലും ലോറൻസ് ബിഷ്ണോയി ഗ്യാങ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ബാബ സിദ്ദിഖി മർഡറൊക്കെ ബന്ധപ്പെട്ടത്. പക്ഷെ ഷാറൂഖ് ഖാനെതിരെ വന്നത് അത് റിലേറ്റഡ് ആയിട്ടല്ല. അത് റിലേറ്റഡ് ആയിട്ട് വന്നതാണോ എന്ന് ചോദിച്ചത് അല്ലാതെ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ വന്നതാണ്. നോർമലി പൈസയ്ക്ക് വേണ്ടി ഡെത്ത് ത്രെറ്റ് വരുന്നതാണ്. പിന്നെ തമിഴ്നാട്ടിലെ ഡോക്ടേഴ്സിന്റെ സ്ട്രൈക്ക് വിഡ്രോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഓൾറെഡി ഒരു ഓൺകോളജിസ്റ്റിന് 26 വയസ്സായിട്ടുള്ള ഒരാൾ കുത്തിയത്, ആളെ കത്തി വെച്ച് സ്റ്റാബ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഡോക്ടർമാരുടെ സെക്യൂരിറ്റി ഇന്ത്യയിൽ എത്രത്തോളം ഉണ്ട് എന്ന് ചോദിക്കുന്ന, അതിനുവേണ്ടി ഡോക്ടർമാർ പ്രതികരിച്ച വാർത്തയാണ് നമ്മളിവിടെ കണ്ടത്. പിന്നെ കർണാടകയിലെ SIT പ്രോബ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. കോവിഡ് സമയത്ത് ഓൾറെഡി നമ്മൾ
മൈക്കിൾ ഡി ക്യൂന ഇൻക്വയറി കമ്മീഷൻ നടന്നിരിക്കുന്നുണ്ടല്ലോ. ഓൾറെഡി പഴയ ചീഫ് മിനിസ്റ്ററായ പഴയ യെദ്യൂരപ്പ ഇവർക്ക് എല്ലാവർക്കും എതിരെ കേസുണ്ട്. ഏകദേശം എത്ര കോടി രൂപയുടെ അഴിമതി, കോവിഡിന്റെ പി കിറ്റ് വാങ്ങിക്കുന്നതും കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള അഴിമതി നടത്തിയതിന് ഓൾറെഡി കേസുണ്ട്. അവിടെയാണ് പ്രധാനപ്പെട്ട കേസ്. ജോൺ മൈക്കിൾ ഡി ക്യൂന കമ്മീഷനാണ് അത് പ്രധാനമായിട്ടും കേസ് എടുത്തിരിക്കുന്നത്. അത് എൻക്വയറി കമ്മീഷനാണ്. ചിലപ്പോൾ ഇങ്ങനെയൊന്നുമില്ല, നമുക്ക് എന്നാലും നടന്നിരിക്കാൻ വേണ്ടി നാളെ നിങ്ങൾ എപ്പോഴെങ്കിലും കാണുമ്പോൾ മൈക്കിൾ ഡി ക്യൂന ഇൻക്വയറി കമ്മീഷൻ എന്ന് പറയുമ്പോൾ കർണാടകയിലെ കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള കറപ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് അവിടെ കൂടുതലും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അതാണ് ഇതിലെ പ്രധാനപ്പെട്ട വാർത്ത. പിന്നെ അടുത്ത സ്റ്റേറ്റ് വാർത്തകൾ പിന്നെ എല്ലാം പരസ്യമാണ്. ഉത്തരാഖണ്ഡിനെ കുറിച്ചുള്ള പരസ്യമാണിത്. ഉത്തരാഖണ്ഡിൻ്റെ പരസ്യങ്ങളാണ് കാണുന്നത്. പിന്നെ അടുത്തത് എല്ലാം പരസ്യമാണ്. ഉത്തരാഖണ്ഡ് കഴിഞ്ഞു ഇനി അടുത്ത രാജസ്ഥാൻ്റെ പരസ്യമാണ്. സോ എല്ലാത്തിലും ഇതേപോലെ ഹമാരി വിരാസത് ഹമാര ഗൗരവ് അങ്ങനത്തെ കുറേ വാർത്തകളാണ്. സ്വാധീനത ഹേതു കിയ സമർ ജനജാതീയ വീര. ഇതിനകത്ത് വേറെ നമുക്ക് അതിനകത്ത് പരസ്യങ്ങളൊന്നുമില്ല. പക്ഷെ ചില ഗവൺമെന്റിന്റെ പരസ്യങ്ങൾ നോക്കുമ്പോൾ ചില കാര്യങ്ങളുണ്ട്, നമുക്ക് ചില സ്കീമുകളൊക്കെ അതിനകത്ത് ചിലപ്പോൾ കിട്ടും. അതുകൊണ്ടാണ് പരസ്യം കാണുമ്പോൾ ഒന്ന് ഓടിച്ച് നോക്കുന്നത് എന്താണ് പരസ്യത്തിൽ ഉള്ളതെന്നുള്ളത്. നല്ല ക്യാപ്ഷൻ അല്ല, റിപ്ലീറ്റ് റെസ്പോൺസിബിൾ റെഡി എന്ന് പറഞ്ഞ രാജസ്ഥാൻ ഗവൺമെന്റിന്റെ ക്യാപ്ഷനാണത്, ടാഗ്ലൈനാണ്. പിന്നെ ഇത് പത്രത്തിൽ സാധാരണ വരാറില്ല, പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഇത് പേപ്പറിൽ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടുത്തെ കേരള എഡിഷനിൽ വരാറില്ല. സ്പോട്ട്ലൈറ്റ് എന്നൊരു സെക്ഷൻ ഉണ്ട്, കണ്ടോ? ഇതിനകത്ത് അടുക്കിയിട്ടിരിക്കുന്നതെല്ലാം ഈ ആൾക്കാർ ഇങ്ങനെ കിടത്തിയിട്ടിരിക്കുന്ന എല്ലാം മാവോയിസ്റ്റുകളാണ്. ദാണ്ടേവാഡ, നാരായൺപൂർ ദാണ്ടേവാഡ വില്ലേജസിൽ മാവോയിസ്റ്റ് സെക്യൂരിറ്റി CRPF ആൾക്കാരോട് ഫൈറ്റ് ചെയ്തിട്ട് മാവോയിസ്റ്റുകളെ വെടിവെച്ചിട്ടിരിക്കുന്ന ഫോട്ടോ ആണ്. സോ ഇതിങ്ങനെ ആൾക്കാരെ അറ്റാക്ക് ചെയ്തിട്ടുകൊണ്ടിരിക്കും, ഇവർ തിരിച്ച് റിട്ടാലിയേറ്റും ചെയ്യും. ഓക്കെ, സോ അടുത്ത എനിക്ക് തോന്നുന്നു എഡിറ്റോറിയലിലേക്ക് പോകാൻ തോന്നും. പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ എഡിറ്റോറിയലിലേക്ക് കിടക്കാം. എഡിറ്റോറിയലിൽ ഞാൻ മേജർ ആയിട്ടുള്ള പോയിന്റുകളെല്ലാം ഷെയർ ചെയ്ത് പോവാം. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് റേസിംഗ് ഇമ്പ്യൂണിറ്റിയെ കുറിച്ചിട്ടാണ്. ഇത് വേറെ ഒന്നുമല്ല, ഇന്നലെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ച വാർത്ത തന്നെയാണ്. സുപ്രീം കോടതി കൊണ്ടുവന്ന പ്രധാനപ്പെട്ട വാർത്ത ബുൾഡോസിങ്ങിനെ കുറിച്ചിട്ട്. അങ്ങനെ കുറ്റാരോപിതനായിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള അവരുടെ വീട്ടിലൊന്നും ഈ ബുൾഡോസിങ് ചെയ്യരുത്, അല്ലെങ്കിൽ അവരുടെ ബിൽഡിംഗ് ഇടിച്ച് തകർക്കരുത്. It's called a punitive action. So if you have something against the person, that doesn't mean that you should go and bulldoze the families of the people who are convicted. അവരോടുള്ള ദേഷ്യം സാധാരണക്കാരായ അവരുടെ വീട്ടുകാരോട് ചെയ്യരുത്, തെറ്റാണ്. ഇറ്റ്സ് എ വയലേഷൻ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്, ഡ്യൂ പ്രോസസ് ഓഫ് ലോ ആൻഡ് റൂൾ ഓഫ് ലോ ഒക്കെ അഗെയിൻസ്റ്റ് ആണ്. സോ അത് പറയുന്ന 15 ദിവസത്തെ നോട്ടീസൊക്കെ കൊടുത്തിട്ട് വേണം ഇങ്ങനെ ഒരു കാര്യത്തിൽ കടക്കാൻ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോടതിയിൽ പോവാം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ്, ഇത് ശരിയായിട്ടൊരു നടപടിയല്ല, സുപ്രീം കോടതി നല്ലൊരു തീരുമാനമാണ് എടുത്തത് എന്നുള്ളത് കൂടാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഇങ്ങനെ പ്രോപ്പർട്ടി ഇടിച്ചു പൊളിക്കുന്നത് കണ്ടതാണ്. നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റ്സിലും ഇങ്ങനെ പ്രോപ്പർട്ടി ഇടിച്ചു പൊളിച്ചിട്ടുണ്ട്. ഒരാൾ കുറ്റാരോപിതനായ അല്ലെങ്കിൽ കൺവിക്റ്റഡ് ആയതുകൊണ്ട് മാത്രം അയാളുടെ കുടുംബത്തിന്റെ പ്രോപ്പർട്ടി ഇടിച്ച് തകർക്കാനുള്ള റൈറ്റ് ഇല്ല. സോ ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഹാസ് നൗ വെൻച്ചർഡ് ടു പുട്ട് an end to this culture of impunity by laying down enforceable guidelines and directions to prevent demolitions of home without following due process. ഇതിൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു നാച്ചുറൽ ജസ്റ്റിസ് എന്താ, ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്താണ്, ഇതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തൊരു ആർട്ടിക്കിളും കൂടാണ്. അതാണ് ഇതിനകത്ത് പറയുന്ന ഈ എഡിറ്റോറിയൽ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. പിന്നെ അടുത്തത് ഡോക്ടർമാരുടെ ലൈഫ് തന്നെയാണ്. ശരിക്കും ഒരു ഡോക്ടർ, ഇന്ത്യയിലെ ഒരു ഡോക്ടർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ അയാൾ എത്രത്തോളം സേഫാണ് അവർ? വലിയ ചോദ്യമാണത്. എപ്പോഴെങ്കിലും ആരെങ്കിലും ഇത് നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ പറയും, ഒരു പേഷ്യൻറ്റിന് എന്തെങ്കിലും ഒരു മോശം സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും വന്ന് ഡോക്ടറിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. സോ അത് ഡോക്ടേഴ്സിൻ്റെ മൊറയിൽ ഡൗൺ ചെയ്യാണ്. അപ്പോൾ എങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. പിന്നെ അടുത്തത് അമേരിക്കൻ ഇലക്ഷനെ കുറിച്ചിട്ട് പറഞ്ഞൊരു എഡിറ്റോറിയലാണിത്. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് പ്ലേറ്റോൻ്റെ ബുക്കിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമ്മൾ പ്ലേറ്റോൻ്റെ റിപ്പബ്ലിക് എന്ന് പറയുന്ന പുസ്തകം വളരെ ഫേമസ് അല്ലേ, 2300 വർഷം മുന്നേ എഴുതപ്പെട്ട ബുക്കാണ് പ്ലേറ്റോൻ്റെ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ സയൻസ് PSIR ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ധാരണയുണ്ടാവും. പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് ജയിക്കുന്നതിൻ്റെയും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഇതൊരു ജനറൽ ആർട്ടിക്കിളാണ്, കാരണം ഇത് വായിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് പറയേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് 2-3 കാര്യങ്ങളുണ്ടോ. ഡെമഗോഗ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്. ഹാവ് യു ഹേർഡ് ദിസ് വേർഡ് ബിഫോർ? ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടോ? ഡെമഗോഗ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. വാട്ട് യു മീൻ ബൈ ഡെമഗോഗ്? ഇതൊരു പെർട്ടിക്കുലർ നേതാക്കന്മാരാണ്. ഈ ഡെമഗോഗ്സ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് നേതാക്കന്മാരാണ്. ദേ ടൈപ്പ് ഓഫ് ലീഡേഴ്സ്. ഈ ഡെമഗോഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവർ പലപ്പോഴും ഒരു സൊസൈറ്റിയിലെ ഒരു പെർട്ടിക്കുലർ വിഭാഗം ആൾക്കാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട്
അതിലൊരു സെന്റിമെന്റ്സ് കണ്ടെത്തി വിജയിക്കാൻ നോക്കുന്ന നേതാക്കളാണ് ഈ ഡെമഗോഗ്സ് എന്ന് പറയുന്നത്. ഈ അരിസ്റ്റോട്ടൽ അല്ല, പ്ലേറ്റോന്റെ ഇതിനകത്തൊക്കെ ഡെമഗോഗ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, എലക്ഷനെ കുറിച്ചിട്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഈ ഡെമഗോഗ്സിന് എടുത്തു പറയുന്നത് എക്സാമ്പിൾസ് വെച്ച് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഉദാഹരണത്തിന് ഈ സിറ്റി, ദിസ് സിറ്റി ഇസ് ഫുൾ ഓഫ് ക്രൈം, സിറ്റി ഇസ് ഫുൾ ഓഫ് ക്രൈം, സിറ്റി ഇസ് ഫുൾ ഓഫ് ക്രൈം. ഇത് കുറ്റമല്ല. സിറ്റി ഇസ് ഫുൾ ഓഫ് ക്രൈം ഡ്യൂ ടു ദോസ് പീപ്പിൾ. ഇവിടെ ഒരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ദോസ് പീപ്പിൾ എന്ന് ഉദ്ദേശിച്ചത് വേണമെങ്കിൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റിനെ ഉദ്ദേശിച്ചുകൊണ്ട് വേണമെങ്കിൽ പറയാം. കണ്ടോ, ഈ സിറ്റി മുഴുവൻ ക്രൈമാണ്, കാരണം ആ ആൾക്കാർ കാരണമാണ് എന്ന് പറഞ്ഞ് ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി പ്രസംഗത്തിലൊക്കെ സംസാരിച്ച് വോട്ടെടുത്ത് ജയിക്കാൻ ശ്രമിക്കുന്ന ഒരു നേതാവ് ഒരു ഡെമഗോഗാണ്. പിന്നെ മീഡിയ ഇസ് ടെല്ലിംഗ് ലൈസ്, ഡു നോട്ട് ബിലീവ് ഇൻ ദം. മീഡിയ ഇസ് ഫുൾ ഓഫ് ലൈസ്, ഡു നോട്ട് ബിലീവ് ഇൻ ദം എന്ന് പറയുമ്പോൾ എന്താ, മീഡിയക്കാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ പോയിന്റ് സ്കോർ ചെയ്യാണ്. ഇത്തരത്തിലുള്ള ആൾക്കാരെയാണ് ഡെമഗോഗ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ആർട്ടിക്കിൾ അങ്ങനെ കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ളതെല്ലാം ജനറൽ ആയിട്ട് പറയുന്നു. സോ ഐ തിങ്ക് നൗ യു അണ്ടർസ്റ്റുഡ് എന്താണ് ഈ ഡെമഗോഗ് എന്ന വാക്കിന്റെ അർത്ഥം കൂടെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ പിന്നെ അടുത്തത് പ്രധാനപ്പെട്ട ഒരു എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ലെവറേജ് സിമിലാരിറ്റി കോംപ്ലിമെന്റാരിറ്റി ഇൻ നൈജീരിയ. സോ ഇതിന്റെ ഓഥർ തന്നെ ഇപ്പോൾ ഒരു പഴയ ഇന്ത്യൻ ഹൈ കമ്മീഷണറാണ് നൈജീരിയയിലുള്ള. സോ ഇത് പറയുന്നത് വേറൊന്നുമല്ല, ഇന്ത്യ നൈജീരിയ തമ്മിലുള്ള ഇന്റർനാഷണൽ റിലേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ തമ്മിലുള്ള നല്ല റിലേഷൻസ് പറയുന്നുണ്ട്. ഇന്ത്യൻ നൈജീരിയൻ തമ്മിൽ എന്ത് നല്ല റിലേഷൻ ആണുള്ളത്? ഒന്ന്, ഒബ്വിയസ്ലി നമുക്ക് രണ്ടുപേർക്കും ഒരു കോമൺവെൽത്ത് പാസ്റ്റ് ഉണ്ട്. ഒരു ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഒരു കൊളോണിയൽ പാസ്റ്റ് നമുക്ക് രണ്ടുപേർക്കും ഉണ്ട്. നമുക്കും ഒരുപാട് കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. ടെററിസം, അൺഎംപ്ലോയ്മെന്റ്, പോവർട്ടി, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഏത് ലെവലിലുള്ള വ്യത്യാസം, നമുക്കും അതേ സിമിലർ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. പിന്നെ വളരെ കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇന്ത്യക്കും നൈജീരിയക്കും കോമൺ ആയിട്ട് നമുക്ക് ഒരുപാട് ബിസിനസ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഒന്ന് ഹൈഡ്രോ കാർബൺസ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രോ കാർബൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഡിഫൻസ്, ഹെൽത്ത് കെയർ, ഇതിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഏകദേശം ഒരേപോലെയാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഇന്ത്യയും നൈജീരിയയും തമ്മിലുള്ള കുറെ ബന്ധപ്പെട്ട കോമൺ ഫാക്ടേഴ്സും ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ നൈജീരിയ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കും. നൈജീരിയ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട്ണറാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നൈജീരിയയുടെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട്ണർ, ട്രേഡിംഗ് പാർട്ട്ണറാണ് ഇന്ത്യ. സോ അതും ഒരു വലിയൊരു കാര്യം തന്നെയാണ്. നൈജീരിയയുടെ സെക്കൻഡ് ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണറും കൂടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ ആ ഒരു കോണ്ടെക്സ്റ്റിലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ക്ലീൻ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പിന്നെ ഇന്ത്യയും അവരും തമ്മിൽ ഇന്ത്യ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നൈജീരിയക്ക്. ആ റിലേഷൻ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതിൽ കൂടുതലും ഇന്റർനാഷണൽ റിലേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ അടുത്തത്, ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യമുണ്ടോ? കാരണം ഇപ്രാവശ്യം പ്രധാനപ്പെട്ട 2025 നടക്കാൻ പോകുന്ന ചാമ്പ്യൻസ് ട്രോഫി, പാകിസ്ഥാനി വെച്ചുള്ള ചാമ്പ്യൻസ് ട്രോഫിയിലും ഈ ക്രിക്കറ്റ് കളിക്കുന്നത് ഇന്റർനാഷണൽ റിലേഷൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇറ്റ്സ് കോൾഡ് ക്രിക്കറ്റ് ഡിപ്ലോമസി. ഡിപ്ലോമസി എന്ന് പറയുന്നത് ഇതിന്റെ കോണ്ടെക്സ്റ്റിൽ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോ ഇറ്റ്സ് കോൾഡ് ക്രിക്കറ്റ് ഡിപ്ലോമസി. സോ വാട്ട് ഈസ് ദിസ് ക്രിക്കറ്റ് ഡിപ്ലോമസി എന്നുള്ളതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഇന്ത്യ എടുത്ത് തീർത്ത് പറഞ്ഞിരിക്കുകയാണ്, പാകിസ്ഥാനിൽ എന്ത് സംഭവിച്ചാലും ഇന്ത്യ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നില്ല എന്നില്ല. ഇന്ത്യ കളിക്കാൻ പോകുന്ന പ്രശ്നമില്ല. വേണമെങ്കിൽ ഹൈബ്രിഡ് മാച്ച് കളിക്കാം, ഹൈബ്രിഡ് മോഡലിൽ കളിക്കാം. അതായത് ഇന്ത്യയും പാകിസ്ഥാനും കളിക്കാം. പൊതുവെ ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ കണ്ടിട്ടുണ്ടോ, ഗെയിംസ് വരുമ്പോൾ ഇന്ത്യ പാകിസ്ഥാനിൽ പോകാറുണ്ട്. പക്ഷെ ഇങ്ങനത്തെ കാര്യം വരുമ്പോൾ ഹൈബ്രിഡ് ഗെയിംസ് കളിക്കും. ഇന്ത്യയും പാകിസ്ഥാൻ സോയിലോ കളിക്കില്ല. പാകിസ്ഥാനിന്റെ സോയിലിൽ ഇന്ത്യ കളിക്കില്ല, ഇന്ത്യയുടെ സോയിലിൽ പാകിസ്ഥാനും കളിക്കില്ല. പകരം ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് പലപ്പോഴും കണ്ടിട്ടുണ്ടോ, ഷാർജയിൽ കളിക്കാറുണ്ട്. രണ്ടുപേരുടെ അല്ലാത്ത സ്ഥലത്ത് കളിക്കും. സോ പാകിസ്ഥാൻ ഇങ്ങനത്തെ ഒരു പ്രപ്പോസലിന് തയ്യാറല്ല. പാകിസ്ഥാൻ പറയുന്നുണ്ട് ഓസ്ട്രേലിയ, ശ്രീലങ്ക, ബാക്കിയുള്ള എല്ലാവരും പാകിസ്ഥാനിൽ ടൂർ നടത്തി പോയിട്ടുണ്ട്. ഇന്ത്യക്ക് എന്താ വന്നത്, ഏറ്റവും ഹൈ സെക്യൂരിറ്റി തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് ഓഫർ ചെയ്യുന്നതായിരിക്കും എന്നാണ് ഇവർ പറയുന്നത്. സോ ഇതൊരു പ്രധാനപ്പെട്ട വാർത്ത, അതാണ് ഇതിൽ പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് മൂവിങ് ഓൺ, ഇത് കണ്ടോ, ഡിവോട്ടീസ് ഓഫേഴ്സ് പ്രേയർ ഓൺ ദ ബാങ്ക് ഓഫ് ഗംഗ. ഛത് പൂജയാണ്. ഛത് പൂജയെ കുറിച്ച് പറയുന്നുണ്ട്. സൂര്യനെ വർഷിപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഇതാണ്. 4 ദിവസത്തെ ഒരു ഫെസ്റ്റിവലാണ് ഛത് പൂജ എന്ന് പറയുന്നത്. സണ്ണാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വർഷിപ്പ് ചെയ്യപ്പെടുന്നത്. ഗംഗ അറ്റ് ദ ഛത് പൂജ 4 day വർഷിപ്പ് ഇൻ ദ സൺ. ഇത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഛത് പൂജയിൽ. ബീഹാർ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, പാർട്സ് ഓഫ് നേപ്പാളിലൊക്കെ വളരെയധികം പോപ്പുലർ ആണ് ഈ ഛത് പൂജ എന്ന് പറയുന്നത്. സോ അത് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഒരു റിലീജിയസ് ആസ്പെക്റ്റ് ആയിട്ടൊന്ന് കണ്ടുവന്നേ ഉള്ളൂ. ഇനി അടുത്ത നാഷണൽ ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട കോൺഗ്രസ് ടാർഗറ്റ്സ് പീയൂഷ് ഗോയൽ ഫോർ സജഷൻ അബൌട്ട് റേറ്റ് കട്ട്. പീയൂഷ് ഗോയൽ നമ്മുടെ കോമേഴ്സ് മിനിസ്റ്റർ ഒരു സജഷൻ പറഞ്ഞിരിക്കുകയാണ് RBI അടുത്ത്.
നീഡ് നോട്ട് ഗോ ബൈ ഫുഡ് ഇൻഫ്ലേഷൻ ഡേറ്റ ഡിസൈഡ് ഓൺ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട്സ്. അതായത് ഓൾറെഡി ഇത് മനസ്സിലാക്കണമെങ്കിൽ ഓൾറെഡി കുറച്ച് എക്കണോമിക്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിഞ്ഞിരിക്കണം. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മളിവിടെ നമ്മുടെ പ്രധാനപ്പെട്ട റിപ്പോ റേറ്റും ഇതൊക്കെ കട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇൻഫ്ലേഷന്റെ സമയത്ത് ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരുന്ന എന്ത് സംഭവിക്കും? നമ്മൾ റിപ്പോ റേറ്റ് കൂട്ടിക്കൊണ്ടിരിക്കും. റിപ്പോ റേറ്റ് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ റിപ്പോ റേറ്റ് ഒക്കെ നമ്മൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫുഡ് ഇൻഫ്ലേഷൻ കൂട്ടേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അത് RBI പറയുകയാണ്. അപ്പോൾ ഇതൊരു വലിയൊരു ഡിബേറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഫുഡ് ഇൻഫ്ലേഷൻ എടുക്കാതെ പിന്നെന്തിനാണ് ഇൻഫ്ലേഷൻ മൊത്തത്തിൽ എടുക്കുമ്പോൾ ഫുഡ് ഇൻഫ്ലേഷൻ ഡേറ്റ എടുക്കണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ആളുടെ അഭിപ്രായമാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്, സിവിൽ സർവീസിന് പഠിക്കുന്ന സമയത്ത് എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണ്, ഇതൊക്കെ നമ്മൾ എന്നും ഡിസ്കസ് ചെയ്തതാണ്. റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് RBIയുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിക്കും. അപ്പോൾ എന്തിനാണ്? അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് രണ്ട് ആസ്പെക്ട് ഇവിടെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. ഇവിടെ ബാങ്കുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇമ്പാക്ട് എന്താണെന്ന് നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ് മനസ്സിലാക്കണം. ഇതിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ബാങ്കുകൾ പൈസ എടുക്കില്ല. ബാങ്കുകൾ RBI റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ പലിശ കൂടും. അപ്പോൾ ബാങ്കുകൾ RBIയുടെ കയ്യിൽ നിന്ന് കടം എടുക്കില്ല, പൈസ എടുക്കില്ലെങ്കിൽ ബാങ്കിന്റെ കയ്യിൽ കൊടുക്കാൻ പൈസ ഇല്ല. ബാങ്കിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ലോൺ എടുക്കും? നമുക്ക് ലോൺ തരില്ല. അപ്പോൾ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് പലിശ കൂട്ടി വെക്കും, നമ്മുടെ അടുത്ത് പലിശ കൂട്ടി വെക്കും. അപ്പോൾ നമുക്ക് ലോൺ എടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ലോൺ എടുക്കാതിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ ചിലവാക്കില്ല. നമ്മൾ ചിലവാക്കില്ലെങ്കിൽ നമ്മൾ എക്കോണമിയിൽ പൈസ വരില്ല. അപ്പോൾ മൊത്തത്തിൽ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ എക്കണോമിക്സ് ഞാൻ പറഞ്ഞില്ലേ, ഈ എക്കണോമിയുടെ അണ്ടർസ്റ്റാൻഡിങ് ഓരോ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഇത്ര ക്ലീൻ ആയിരിക്കണം. ഇത് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എന്ന് പറയുന്ന ഒരു ലെയറിംഗിലേക്ക് നമ്മുടെ എക്കണോമിക്സ് എത്തിയാൽ മാത്രമേ നമുക്ക് സിവിൽ സർവീസിന്റെ എക്കണോമിക്സ് ഒക്കെ നന്നായി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് പറയാൻ വേണ്ടി ഞാൻ ഈ ആർട്ടിക്കിൾ എടുത്തത്. പിന്നെ പ്രഷർ നന്നായി കൊടുക്കുന്നുണ്ട് മണിപ്പൂർ ഗവൺമെന്റിന്. എത്രയോ ആൾക്കാരെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. കുട്ടികളാണെങ്കിലും 8 മാസമുള്ള കുട്ടികളെ 8 മാസം പ്രായമുള്ള കൊച്ചിനെയൊക്കെ ഈ ട്രൈബൽ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇതിനെതിരെ CRPF ഇവരൊക്കെ ആക്ഷൻ എടുക്കുമെങ്കിലും ഇപ്പൊ അവിടുത്തെ പല ഗ്രൂപ്പുകളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. UN ഇന്റർവെൻഷൻ കൊണ്ടുവരണം, യുണൈറ്റഡ് നേഷൻസിന്റെ സഹായം തേടണം. അല്ലാതെ ഇന്ത്യക്കാർക്ക് പറ്റുന്നില്ലെങ്കിൽ ഇത് ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വയലൻസിൽ എത്രയോ ആൾക്കാരെ കണ്ടോ, ഇൻക്ലൂഡിങ് എ 10-month-old infant, 6 person missing, 3 women, 3 children, 10-month-old infant, ഇവരെല്ലാം തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് എൻകൗണ്ടറിൽ. അപ്പോൾ ഇത് ആൾക്കാർ പറയുന്നത്, മണിപ്പൂർ പോലീസ് പറയുന്നത് കൂക്കി എക്സ്ട്രീമിസ്റ്റുകളാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ഇറ്റ്സ് എ വെരി ടഫ് സിറ്റുവേഷൻ മണിപ്പൂർ. വളരെ ടഫ് സിറ്റുവേഷനാണ് മണിപ്പൂരിൽ നടക്കുന്നത്. പിന്നെ ഇത് മൊത്തം നോർത്ത് ഈസ്റ്റായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ്. HNLC ബാൻഡ് ഫോർ 5 more years. HNLCനെ ബാൻ ചെയ്യാൻ ഗവൺമെന്റ് വേറൊന്നും ചെയ്തില്ല. ഗവൺമെന്റ് UAPA കൊണ്ടുവന്നു. നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ UAPA 1967 അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് കൊണ്ടുവരാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഓർഗനൈസേഷന് ടെററിസ്റ്റ് എന്നോ നിങ്ങളുടെ ഓർഗനൈസേഷന് ബാൻ ചെയ്യാനുള്ള കപ്പാസിറ്റി UAPA പ്രഖ്യാപിക്കാൻ പറ്റും. അപ്പോൾ ഈ മേഘാലയയിലെ ഫേമസ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്, ഒരു ഇൻസർജന്റ് ഗ്രൂപ്പാണ്. നാഗാലാൻഡിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ഐസക് ആൻഡ് മൊയ്യവ എന്ന് പറയുന്ന പോലെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് HNLC എന്ന് പറയുന്നത്. ഹിന്നിട്രെപ് നാഷണൽ ലിബറേഷൻ കൗൺസിൽ, HNS. മേഘാലയാണ് ഹിന്നിട്രെപ് നാഷണൽ ലിബറേഷൻ കൗൺസിൽ. 5 വർഷത്തേക്കും കൂടി ഇനിയും ബാൻ ചെയ്തു. 19 ബാൻ ചെയ്തതാണ്, ഇനിയും ബാൻ ചെയ്തു. സോ ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ പവറാണ്. അത് വളരെ കൃത്യമായി അവർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ വാർത്തകൾ മാറ്റിക്കഴിഞ്ഞാൽ ഹേറ്റ് സ്പീച്ച് കനോട്ട് ബി ഇക്വേറ്റഡ് വിത്ത് ഫോൾസ് ക്ലെയിം. ഇതും ഒരു വാർത്തയാണ്. ഹേറ്റ് സ്പീച്ച് കനോട്ട് ബി ഇക്വേറ്റഡ് വിത്ത് ഫോൾസ് ക്ലെയിം. ഒരു തെറ്റായ വാർത്ത പറഞ്ഞതിൻ്റെ അർത്ഥം അത് ഹേറ്റ് സ്പീച്ച് ആകണം എന്നില്ല. ഇപ്പം ഞാൻ പറയാണ്, സ്കൈൻ്റെ കളറ് പർപ്പിൾ ആണെന്ന്, ഞാൻ എൻ്റെ പേനയുടെ കളർ പോലെ പർപ്പിൾ ആണെന്ന് ഞാൻ പറയുകയാണ്. ഇറ്റ്സ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. പർപ്പിൾ നോർമൽ കോഴ്സിൽ ഇനി എന്തെങ്കിലും അറ്റ്മോസ്ഫിയറിക് ഫിനോമിന വന്നാലേ ഉള്ളൂ. നോർമൽ കോഴ്സിൽ ബ്ലൂ ആണെന്ന് നമ്മൾ പറയുന്ന പോലെ സ്കൈൻ്റെ കളർ പർപ്പിൾ ആണെന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണ്. ഇറ്റ്സ് എ ഫോൾസ് ക്ലെയിം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ തെറ്റായതുകൊണ്ട് ഇത് ഹേറ്റ് സ്പീച്ച് ആവുന്നില്ല. ഞാനൊരു ആരെയും വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ ആരുടെയും വിശ്വാസങ്ങളെ തകർക്കുകയോ അല്ലെങ്കിൽ ഹേറ്റ് സ്പീച്ച് പ്രചരിപ്പിക്കുന്നില്ല. തെറ്റു പറയുന്നു. അപ്പോൾ കോടതി പറഞ്ഞ വ്യത്യാസം വരുത്തണം. ഫോൾസ് ക്ലെയിമും റോങ് അസേഷനും രണ്ടും രണ്ടാണ്. ഹേറ്റ് സ്പീച്ചും ഒക്കെ വ്യത്യാസം. ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ് പുതിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ബെഞ്ചാണ് ഇത് തീരുമാനിച്ചത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, നമുക്ക് മോഡേൺ ഇന്ത്യയിലെ ഹിസ്റ്ററിയിലൊക്കെ പോയി പഠിക്കാവുന്ന സംഭവമാണ്. ട്രൈബൽസിന്റെ ഡെവലപ്മെന്റിൽ സ്കൈ ഇസ് ദ ലിമിറ്റ് എന്നാണ് നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു പറയുന്നത്.
ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ഇതിൽ ഹിസ്റ്ററിയിലേക്ക് പോകുന്ന നമ്മളെ നയിക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. വേറൊന്നുമല്ല, ബർത്ത് ആനിവേഴ്സറി ഓഫ് ബിർസ മുണ്ട. ബർത്ത് ആനിവേഴ്സറി ഓഫ് ബിർസ മുണ്ട. അപ്പോൾ ഈ ബിർസ മുണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ മോഡേൺ ഇന്ത്യയിൽ ട്രൈബൽ ആൻഡ് പെസന്റ് അപ്രൈസിങ്സ് ഒക്കെ പഠിക്കുമ്പോൾ ഇവരെ കുറിച്ച് ഒരുപാട് നന്നായി പഠിക്കും. സോ ദ റോൾ ഓഫ് മുണ്ട റിബല്യൻ, അപ്പോൾ എന്താണ്, അല്ലെങ്കിൽ ഹൂ ഇസ് ബിർസ മുണ്ട എന്നൊക്കെ പറയുന്നത് വളരെ ക്ലീൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. ഹൂ ഇസ് ബിർസ മുണ്ട? അദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് ഇപ്പൊ നമ്മൾ ആഘോഷിക്കുന്നത്. ജൻജാതീയ ഗൗരവ് ദിവസ് എന്നാണ് അതിന്റെ പേര്. യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ജൻജാതീയ ഗൗരവ് ദിവസ് എന്നാണ് ബിർസ മുണ്ടയുടെ ആനിവേഴ്സറി നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ആരാണ് ബിർസ മുണ്ട, അല്ലെങ്കിൽ മുണ്ട റിബല്യൻ എന്താണെന്നൊക്കെ ഉള്ളത് ഹിസ്റ്ററിയിലേക്ക്, മോഡേൺ ഇന്ത്യയിലേക്ക് അടുത്ത പ്രാവശ്യം ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് വളരെ കോമൺ ആണ്. അതേപോലെ ഈ ഏരിയ നമ്മളെ കാണിച്ചു തരുന്ന എന്താണ് നമ്മൾ പോയി പഠിക്കേണ്ടത്? ബി വെരി തറോ വിത്ത് മോഡേൺ ഇന്ത്യയിൽ 1857 റിവോൾട്ട് പോലെ തന്നെ പെസന്റ് അപ്രൈസിംഗ് പോലെ തന്നെ പെസന്റ് അപ്രൈസിംഗ്, അതേപോലെ ട്രൈബൽ അപ്രൈസിങ്സ് എന്ന് പറയുന്ന കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ, കുറേ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പെസന്റ് അപ്രൈസിങ്ങും ട്രൈബൽ അപ്രൈസിങ്ങിനെ കുറിച്ചിട്ട് നല്ല ധാരണ നമുക്കുണ്ടായിരിക്കണം. അതേപോലെ തന്നെ പറയുന്ന കുറേ ആൾക്കാരാണ്, വേറെ ബിർസ മുണ്ട മാത്രമല്ല, സിദ്ധു കാൻഹു. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ഞാൻ പറയുന്നത് സിവിൽ സർവീസിന്റെ. നിങ്ങൾ വിചാരിക്കും 2011 തൊട്ടല്ല, നിങ്ങൾ പ്രീവിയസ് അതിനും പുറകിൽ പോയി കഴിഞ്ഞാൽ എത്രയോ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റൻ ആണ്. സിദ്ധു കാൻഹു, ചന്ദ് ഭൈരവ്, തിൽക്ക മാഞ്ചി, ലക്ഷ്മൺ നായക് ആൻഡ് ബ്രേവ് സിസ്റ്റേഴ്സ് ഫൂലോ ജാനോ. ഇവരെല്ലാം ബ്രിട്ടീഷർക്കെതിരെ ഫൈറ്റ് ചെയ്തതാണ്. ഫൂലോ ജാനോ, ചന്ദ് ഭൈരവ്. ഇതൊന്ന് എഴുതിയെടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾ പിന്നീട് സമയം കിട്ടുമ്പോൾ കണ്ടുപിടിച്ചാലും മതി. സോ ഇത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു കാര്യം ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇതിനകത്തൊരു ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസും കൂടെ ഉള്ളതുകൊണ്ടാണ് ഐ ടുക്ക് സം ടൈം ഓഫ് ടു ഹാവ് എ സ്മോൾ ഡിസ്കഷൻ വിത്ത് യു. പിന്നെ പ്രൈം മിനിസ്റ്റർ പുതിയ സ്റ്റാമ്പ് കൊണ്ടുവരാൻ പോവാണ്. ബിർസ മുണ്ടയുടെ ബർത്ത്ഡേ 150ാമത്തെ ബർത്ത് ആനിവേഴ്സറി മാനിച്ചിട്ട് അവർ കൊണ്ടുവരുന്നുണ്ട്. ജനജാതീയ ഗൗരവ് ദിവസിന്റെ ഭാഗമായിട്ട് സ്റ്റാമ്പ്, കോയിൻ ഒക്കെ കൊണ്ടുവരുന്നുണ്ട് ബിർസ മുണ്ട. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അടുത്ത നാഷണൽ ന്യൂസ് ഫുൾ ഇലക്ഷൻ ആയതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ല. പിന്നെ പ്രധാനപ്പെട്ടത് DRDO. ഇത്തരം റോക്കറ്റ് അല്ലെങ്കിൽ ഡിഫൻസ് വാർത്തകൾ സിവിൽ സർവീസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക്. സോ ദാറ്റ് ബ്രിങ്സ് us ടു എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എന്താണ് പിനാക്ക റോക്കറ്റ് സിസ്റ്റം? സോ പിനാക്ക റോക്കറ്റ് സിസ്റ്റം മാത്രമല്ല, വാട്ട് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് MBRL? എന്താണ് MBRL എന്ന് പറയുന്നത്? സോ യു ക്യാൻ സി മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം. സോ എന്താണ് പിനാക്ക? ഡിഫൻസ് കണ്ടോ, പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് സിസ്റ്റം ആണ് MBRL എന്ന് പറയുന്നത്. ഇതൊരു തരത്തിൽ ഈ പിനാക്ക എന്ന് പറയുന്നത്, ഇത് ഈ പടം കണ്ടോ, ഈ പടം ഇതിൽ നിങ്ങൾ കണ്ടോ, ഇതിൽ കൃത്യമായിട്ട് ഒരു വലിയ ആർമിയുടെ ട്രക്ക് ഉണ്ട്. ഈ ട്രക്കിന്റെ മുകളിലാണ് ലോഞ്ചർ ഉള്ളത്. ഈ ലോഞ്ചറിന്റെ മുകളിൽ നിന്നാണ് ഈ റോക്കറ്റ് ഇങ്ങനെ ലോഞ്ച് ചെയ്യുന്നത്. സോ ദിസ് ഇസ് കൈൻഡ് ഓഫ് എൻ ആർട്ടിലറി, ഒരു ആർട്ടിലറി പോലെ തന്നെയാണ് ഇത് ഉള്ളത്. ഇത്രയും ഡിസ്റ്റൻസ്, ഇന്ന് പല ഡിസ്റ്റൻസ് പറയുന്നുണ്ട്. ഇതിനകത്ത് ഓൾറെഡി DRDO ആണ് പിനാക്കയുടെ ഈ റോക്കറ്റ് ലോഞ്ചർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ എനിമി ടെറിട്ടറിയിൽ കറക്റ്റായിട്ട് പോയാൽ ഇതിനെ കൊണ്ടിടാൻ നമുക്ക് പറ്റും. സോ പല റേഞ്ച് പറയുന്നുണ്ട്. ഇതിനകത്ത് വേറെ ഇത്രയൊക്കെ പറയുന്നുള്ളൂ. കണ്ടോ, റേഞ്ച് ഓഫ് 75 കിലോമീറ്റർ വരെ നമുക്ക് എത്തിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. സാധാരണ ഏകദേശം 45 കിലോമീറ്റർ മുതൽ 90 കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ട് ഇതിന്. ഏകദേശം 75 90 വരെ പോകാം, അത്രയും പോകണം. അല്ലെങ്കിൽ 45 നോർമലായിട്ട് പോകുന്നതുണ്ട്. അത് 75 വരെ നന്നായിട്ട് എത്തിച്ച് വളരെ കോമൺ ആക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ DRDO ആണ് ഇങ്ങനത്തെ പിനാക്ക എന്ന് പറയുന്ന റോക്കറ്റ് ലോഞ്ചർ ഓർത്ത് വെക്കുക. ഇതേപോലെ ലോഞ്ച് ചെയ്യുന്നതാണ്. ഇറ്റ്സ് എൻ MBRL, മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ ആണ്. ഈ ട്രക്കിന്റെ മുകളിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്ന സംഭവമാണ്. ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദ PSQR വാലിഡേഷൻ ട്രയൽസ് പേവിംഗ് ഫോർ ഇൻഡക്ഷൻ. അപ്പോൾ ഈ PSQR എന്നൊക്കെ ഡിഫൻസിൽ വരുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. എന്താണ് ഈ PSQR? വേറെ ഒന്നുമല്ല, PSQR എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ചെക്ക് ലിസ്റ്റുകളാണ്. ഒരു റോക്കറ്റോ ഒരു കാര്യമോ ഒക്കെ വരണമെങ്കിൽ ഇന്ന കാര്യങ്ങളെല്ലാം നടന്നിരിക്കണം എന്ന് പറയുന്ന ഒരു ചെക്ക് ലിസ്റ്റ് ഇല്ലേ, അതുപോലൊരു ചെക്ക് ലിസ്റ്റ് ആണ് PSQR എന്നുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സോ എന്തായാലും ഇതാണ് ഇതിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇതാണ് PSQR. അപ്പോൾ പിനാക്ക എന്ന റോക്കറ്റും MBRLും കൂടെ മനസ്സിലാക്കി വെച്ചോളൂ. സോ പിന്നെ പ്രധാനപ്പെട്ട അടുത്ത വാർത്ത എന്ന് പറയുന്നത് എൻവയോൺമെന്റിന്റെ ഒരു ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യം കൂടാണ്. നോ ഡ്യുവൽ എക്കോ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് വാർത്തയും കൂടാണ്. നോ ഡ്യുവൽ എക്കോ ക്ലിയറൻസ് ഫോർ 39 കാറ്റഗറീസ് ഓഫ് ഇൻഡസ്ട്രീസ്. ഇവിടെ ഇനി ഇത് മൊത്തം മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഇന്ത്യയിൽ ഒരു ഇൻഡസ്ട്രി തുടങ്ങാന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഇൻഡസ്ട്രി തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ കഥ പറഞ്ഞുതരാം, എന്നിട്ട് നമുക്കിത് മനസ്സിലാവും, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഒരു ഇൻഡസ്ട്രി തുടങ്ങുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ
എന്താണ് ക്ലിയറൻസ് കിട്ടുക എന്നുള്ളതാണ്. പല തരത്തിലുള്ള ക്ലിയറൻസുകളുണ്ട്. അതിന് എൻവയോൺമെന്റൽ ക്ലിയറൻസ് ആവാം, അല്ലെങ്കിൽ കൺസെന്റ് ടു ഓപ്പറേറ്റ്, കൺസെന്റ് ടു എസ്റ്റാബ്ലിഷ് എന്ന് പറയുന്ന ഇതാവാം, അല്ലെങ്കിൽ കൺസെന്റ് ടു C2O ആവാം, അല്ലെങ്കിൽ കൺസെന്റ് ടു എസ്റ്റാബ്ലിഷ്, കൺസെന്റ് ടു ഓപ്പറേറ്റ്, എൻവയോൺമെന്റൽ ഇത്, പിന്നെ അതായത് സ്റ്റേറ്റിന്റെ വേണ്ട സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്നുള്ള വേണ്ട ഡോക്യുമെന്റ്സ്, CPCB സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് വേണ്ട ഡോക്യുമെന്റ്സ്. ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ഓരോന്നായിട്ടൊക്കെ എണ്ണി ഉണ്ടാക്കി എടുക്കുമ്പോഴേക്കും വർഷങ്ങൾ കഴിയും, നമ്മുടെ കമ്പനി പൂട്ടിപ്പോകുന്ന അവസ്ഥയാവും. ഇത് ഗവൺമെന്റും അംഗീകരിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞ്. അപ്പോൾ ഒരു ഇൻഡസ്ട്രി തുടങ്ങണമെങ്കിൽ ഇതൊന്നും എളുപ്പമുള്ള ഒരു കാര്യമല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഇപ്പൊ പ്രധാനപ്പെട്ട എൻവയോൺമെന്റ് മിനിസ്റ്റർ എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്. ഓൾമോസ്റ്റ് പല കമ്പനീസ് എക്കോ ക്ലിയറൻസ് 30ഓളം ടൈപ്പ് ഓഫ് കമ്പനീസിന് ഇനി മുതൽ ഇങ്ങനെ തോന്നിയ പോലെ ഓരോരോ ക്ലിയറൻസുകളൊന്നും വേണ്ട. മൊത്തത്തിൽ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വൈറ്റ് ഇൻഡസ്ട്രീസ് ആണെങ്കിൽ നോക്കാം. വൈറ്റ് ഇൻഡസ്ട്രീസ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇൻഡസ്ട്രീസ് ഒന്നും വളരെ വലിയ പൊല്യൂഷന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ഇൻഡസ്ട്രീസ് ആണ്. സോ ദെയർ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് പൊല്യൂഷൻ in the environment is very negligible. So when you calculate that negligible amount, അത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇൻഡസ്ട്രീസ് വളരെ എൻവയോൺമെന്റിന് അത്ര പൊല്യൂഷനും ഹാമൊന്നും വരുത്താത്ത ഇൻഡസ്ട്രീസിനല്ല ഇനി മുതൽ പല ലെവൽ ഓഫ് ക്ലിയറൻസ് ഒന്നും വേണ്ട. ഒരു വേണമെങ്കിൽ എൻവയോൺമെന്റലിന്റെ എക്കോ ക്ലിയറൻസ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ മിനിസ്റ്ററുടെ ഒരു ക്ലിയറൻസ് മാത്രം മതി, ബാക്കി ഇപ്പോൾ തൽക്കാലം ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ ഈ ഇൻഡസ്ട്രീസിന്റെ വളർച്ചയ്ക്ക് ഇത് കുറച്ചും കൂടെ സഹായമാവും. അല്ലെങ്കിൽ ഇങ്ങനെ ക്ലിയറൻസ് വാങ്ങിച്ച് നടക്കേണ്ടി വരുന്നില്ല കമ്പനി. സോ അതാണ് ഇതിനകത്ത് പറയുന്നത്. സോ ചിലപ്പോൾ ഒരു ഒറ്റ മതി, സ്റ്റേറ്റിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല, ഒറ്റ ഒരു സാധനം മതി. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കമ്പനീസിനെ കുറിച്ചിട്ടും ഇതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെ വന്നിരിക്കുന്ന ഒരുപാട് ടൈപ്പ് ഓഫ് കമ്പനീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓൾറെഡി സോളാർ പവർ ഇൻഡസ്ട്രീസ് ഉണ്ട്, വിൻഡ് ടർബൈൻ, സോളാർ മാത്രമല്ല വിൻഡിന്റെ ടർബൈൻ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട്, ഫ്ലൈ ആഷ്, അതേപോലെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് ഇതിനെ കിടക്കുന്നത്. സോ ഇതാണ് ലോങ് സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള ഡിമാൻഡുകളാണ്. കണ്ടോ, മാനുഫാക്ചറിങ് സോളാർ സെൽസ്, വിൻഡ് ആൻഡ് ഹൈഡൽ പവർ, ഫ്ലൈ ആഷ് ബ്രിക്സ്, ബ്ലോക്ക് മാനുഫാക്ചറിങ്, ലെതർ കട്ടിംഗ്, സ്റ്റിച്ചിങ്, റിപ്പയറിംഗ്, സർവീസിംഗ്, എയർ കൂളേഴ്സ്, എയർ കണ്ടീഷണർ, all of these sectors are in the white category. Very very important. ഈ ഇൻഡസ്ട്രീസ് എല്ലാം വൈറ്റ് കാറ്റഗറിയിലാണ്. they are least polluting in nature. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അനുസരിച്ചിട്ട് ലീസ്റ്റ് പൊല്യൂട്ടിംഗ് കമ്പനീസ് ആണ് ഇതെല്ലാം. വൈറ്റ് ബോർഡ് ഞാൻ നേരത്തെ പറഞ്ഞു വൈറ്റ് കമ്പനീസ് ആണ്, അല്ലെങ്കിൽ വൈറ്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. സോ അവിടെയാണ് ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞത്. സോ ഇതിന് നേരത്തെ ഞാൻ പറഞ്ഞ പല ടൈപ്പ് ഓഫ് ക്ലിയറൻസ്, എൻവയോൺമെന്റൽ ക്ലിയറൻസ് ഉണ്ട്, CTE കൺസെന്റ് ടു എസ്റ്റാബ്ലിഷ്, CTO കൺസെന്റ് ടു ഓപ്പറേറ്റ്. ഇതൊന്നും നേടിയെടുക്കുമ്പോൾ ഇതെല്ലാം കൂടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് പറയുന്നുണ്ട് വാട്ടർ ആക്ട് ഓഫ് 1974 was the first piece of legislation in India that identified the need to have institutional structure, contamination of water bodies. ഇതൊരു പ്രിലിംസിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായി വന്നൊരു ആക്ടും കൂടാണ് വാട്ടർ ആക്ട്. വാട്ടർ ബോഡി കണ്ടാമിനേഷൻ തടയാൻ വേണ്ടിയുള്ളത്. സോ എന്താണ് ഈ ആക്ട് ഉണ്ട്. സോ അങ്ങനെയാണ് ദിസ് ലെഡ് ടു ദ ക്രിയേഷൻ. ഇങ്ങനെ ഒരു ആക്ട് വന്നതിന് ശേഷമാണ് 1974 സെൻട്രൽ ബോർഡും സ്റ്റേറ്റ് കൺട്രോൾ ബോർഡും വരുന്നത്. സോ ഇത് ശരിക്കും പ്രിലിംസിന് ഒരു ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ആക്ട് വരുന്നത് വാട്ടർ ബോഡീസിന് വേണ്ടി പൊല്യൂഷൻ തടയാൻ. അതാണ് വാട്ടർ പ്രിവെൻഷൻ കൺട്രോൾ ആക്ട് 1974. ഇത് പറഞ്ഞിട്ടാണ്, ഈ ആക്ട് പ്രകാരമാണ് സെൻട്രൽ ലെവലിൽ ഒരു സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും വേണമെന്ന് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ വേണമെന്ന് തീരുമാനിച്ചത്. ഓക്കെ, അപ്പൊ ഇനി പ്രധാനപ്പെട്ട അമെന്റ്മെന്റിലെല്ലാം സ്റ്റേറ്റിനെക്കാട്ടും സെന്ററിന് കുറച്ചും കൂടെ അതോറിറ്റി കൊടുക്കുന്നുണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ. ഫെഡറലിസത്തിന്റെ വയലേഷൻ ആണെന്നൊക്കെ പറയും, പക്ഷെ എന്നാലും ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതൊക്കെയാണ് ഇതിനകത്ത് കൂടുതലും പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ പറയുന്ന എക്സെപ്ഷൻ കിട്ടാമെന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തത് പ്രധാനപ്പെട്ടത് ഒണിയന്റെയും ടൊമാറ്റോയുടെയും പൊട്ടറ്റോന്റെ ഒക്കെ പ്രൈസസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ കൂടിയും കുറഞ്ഞും ഇരിക്കും. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒണിയന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ശരിക്കും കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ ഇതിനകത്ത് പല പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ആ പ്രൈസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടൊമാറ്റോന്റെ പ്രൈസ് ഇത് കാണാതെ പഠിക്കാനല്ല, ജസ്റ്റ് ഒരു അനാലിസിസിന് വേണ്ടി പറയുന്നതാണ്. ടൊമാറ്റോന്റെ പ്രൈസ്, തക്കാളിയുടെ പ്രൈസ് ശരിക്കും പറഞ്ഞാൽ 39 രൂപയായിരുന്നു പണ്ട്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഇന്ന് 52 രൂപയാണ്. അപ്പൊ ടൊമാറ്റോന്റെ പ്രൈസ്, തക്കാളിയുടെ വില ഭയങ്കരമായിട്ട് കൂടി. ഫുഡ് ഇൻഫ്ലേഷൻ വന്നിട്ടുണ്ട്. അതേപോലെ ഉള്ളിയുടെ വില നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഓൾ ഇന്ത്യ ആവറേജ് എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇപ്രാവശ്യം 58 രൂപയേ ഉള്ളൂ, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം 59 രൂപയുണ്ടായിരുന്നു. അപ്പോൾ 1 രൂപയുടെ ഇതിൽ ഉള്ളിയുടെ വില കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ പിന്നെയുള്ളത് പൊട്ടറ്റോസ് ആണ്. പൊട്ടറ്റോ നോക്കുമ്പോൾ ഈ
പ്രൈസ് വാസ് ഈ പണ്ട് 24 രൂപയായിരുന്നു ലാസ്റ്റ് ഇയർ. 24 രൂപയിൽ നിന്ന് 37 രൂപയായി. ഒന്ന് ആലോചിച്ചോളൂ, 10 രൂപയ്ക്കായിട്ട് മുകളിലുള്ള എത്ര രൂപ കൂടിയെന്നില്ലേ? ഇതൊക്കെ കാണിക്കുന്നത് ഇൻഫ്ലേഷൻ ആണ്, ഫുഡ് ഇൻഫ്ലേഷൻ ആണ്. അപ്പൊ ഇതൊക്കെ കണക്കിലാക്കണം. അപ്പൊ ഇതിനെക്കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, ഹൈക്കോടതി വിക്കിമീഡിയയുടെ 3 എഡിറ്റർമാരെ സമ്മൺ ചെയ്തിട്ടുണ്ട്. ഇത് ഓൾറെഡി നിങ്ങൾക്കറിയാം. വിക്കിപീഡിയയും അല്ലെങ്കിൽ വിക്കിമീഡിയ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന വിക്കിപീഡിയ കൺട്രോൾ ചെയ്യുന്ന ഏജൻസിയും ഏഷ്യൻ ന്യൂസ് ഇന്റർനാഷണൽ, ഇവർ തമ്മിലുള്ള ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹി ഹൈക്കോടതി ഇടപെടുന്നുണ്ട്. ആ കേസ് ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും. വിക്കിപീഡിയ ANI കുറിച്ചിട്ട് ഏഷ്യൻ ന്യൂസ് ഇന്റർനാഷണലെ കുറിച്ചൊരു ന്യൂസ് എഴുതി. ഇവർ പബ്ലിഷ് ചെയ്യുന്ന ന്യൂസ് എല്ലാം ഫോൾസും മിസ്ലീഡിങ്ങും എല്ലാം ആണ്, കള്ളത്തരം മാത്രമേ പബ്ലിഷ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ANI ഡെഫിനറ്റ്ലി വിക്കിപീഡിയക്കെതിരെ കേസ് കൊടുത്തു. ഇത് ഓൾറെഡി കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് മനസ്സിലാക്കണം. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ സീക്സ് എക്സ്ട്രഡിഷൻ ഫ്രം ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് അർഷ് ഡാല ഫ്രം കാനഡ. ഇത് ഖാലിസ്ഥാനി ടെററിസ്റ്റ് ആണ്. നമ്മൾ ഖാലിസ്ഥാനി ടെററിസ്റ്റ് ആണ്, നമ്മൾ പ്രോ ഖാലിസ്ഥാനി ടെററിസ്റ്റ് ആയിട്ടാണ് അർഷ്ദീപ് സിംഗ് ഗിൽ, അർഷ് ഡാലി കാനഡിയൻ പോലീസിനോട് നമ്മൾ എക്സ്ട്രഡിഷൻ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്ട്രഡിഷൻ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം, എന്താണ് ഈ എക്സ്ട്രഡിഷൻ ട്രീറ്റി എന്ന് പറഞ്ഞാൽ? 2 രാജ്യം, ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇവിടെയുണ്ട്, ബാക്കി ഇപ്പുറത്തെ സൈഡിൽ പല രാജ്യങ്ങളുണ്ട്. ഇതേപോലെ പല രാജ്യങ്ങളാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പല രാജ്യങ്ങളോട് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്നൊരു കള്ളൻ, ഒരാളൊരു കുറ്റം ചെയ്തിട്ട് ഈ രാജ്യത്ത് പോയത്, ഈ രാജ്യം എന്ന് പറയുന്നത് കെ എന്ന് പറഞ്ഞ രാജ്യമാണ്, ഈ രാജ്യത്ത് പോയി ഒളിച്ചിരുന്നു. അപ്പം നമുക്ക് ഇന്ത്യക്കാർക്ക് അവിടെ പോയി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ പോയി അറസ്റ്റ് ചെയ്യാൻ നമുക്ക് അങ്ങനെ പോയി കണ്ടുപിടിക്കാനൊന്നും പറ്റുന്നില്ല, അതിന് നിയമ തടസ്സങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ എക്സ്ട്രഡിഷൻ റിക്വസ്റ്റ് വയ്ക്കും. കെ എന്ന് പറയുന്ന രാജ്യത്ത്, മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ പറയുന്ന കെ എന്ന് പറയുന്ന രാജ്യത്തിനോട് ഇന്ത്യ ഒരു എക്സ്ട്രഡിഷൻ റിക്വസ്റ്റ് വയ്ക്കും. എന്നിട്ട് പറയും, ഇവിടെ പോയി ഒളിച്ചിരിക്കുന്ന അയാളെ നമുക്ക് നാട്ടിലേക്ക് തരണം. കാരണം ഇവിടെ വന്നിട്ട് എന്തിനാ അയാളെ ജയിലിൽ കൊണ്ടിടാണ്, അയാൾക്കെതിരെയുള്ള പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്ത് ട്രയൽ സ്റ്റാർട്ട് ചെയ്ത് ആളെ ശിക്ഷിക്കണം. അപ്പൊ പൊതുവെ ഇന്ത്യ എക്സ്ട്രഡിഷൻ ട്രീറ്റി ഒപ്പിട്ട രാജ്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് കുറ്റം ചെയ്തവർക്ക് കൃത്യമായി അറിയാം ഇന്ത്യക്ക് ഏതൊക്കെ രാജ്യത്തിലാണ് എക്സ്ട്രഡിഷൻ ട്രീറ്റി ഇല്ലാത്തത്. ആ രാജ്യത്ത് പോയി ഒളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ല, അവിടെ വരാൻ പറ്റില്ല. നിയമപരമായി ആളെ വിട്ട് കൊല്ലിക്കാം, പക്ഷെ നിയമപരമായി ഇവിടെ വന്ന് നമ്മൾ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കാനഡയടുത്ത് പറയുന്നുണ്ട്, എക്സ്ട്രഡിഷൻ ട്രീറ്റി വഴി ഈ പറയുന്ന ഖാലിസ്ഥാൻ ടെററിസ്റ്റിനെ ഞങ്ങൾക്ക് വിട്ടു തരണം എന്നില്ല, ഇവിടെ വന്നിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നത് വെർ സംതിങ് കോൾഡ് ആസ്, ഇതിനകത്ത് എടുത്തു സംതിങ് കോൾഡ് ആസ് MLAT. എന്താണ് ഈ MLAT? മ്യൂച്വൽ ലീഗൽ അസിസ്റ്റൻസ് ട്രീറ്റി. വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന ചെറിയ കാര്യങ്ങളാണ്. ഈ മ്യൂച്വൽ ലീഗൽ അസിസ്റ്റൻസ് ട്രീറ്റി എന്ന് പറയുന്നത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. 2 രാജ്യങ്ങൾ തമ്മിൽ മ്യൂച്വൽ ലീഗൽ അസിസ്റ്റൻസ് ട്രീറ്റി, അതാണ് MLAT എന്ന് പറയുന്നത്. ഇതുവഴി ആ ടെററിസ്റ്റിനെ വിട്ടുതരാൻ പറയുന്നുണ്ട്. കാരണം 2 രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റിഗേഷനിൽ സഹായിക്കുന്നത് അല്ലെങ്കിൽ അസിസ്റ്റൻസ് കൊടുക്കുന്നതിനാണ് മ്യൂച്വൽ ലീഗൽ അസിസ്റ്റൻസ് ട്രീറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ കാനഡയായിട്ട് അതുണ്ട്. അപ്പോൾ ഇതാണ് ഈ ആർട്ടിക്കിളിൽ കൂടുതലും പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ MLAT, ഇത് നമുക്കൊരു കാര്യം കൂടെ മനസ്സിലാക്കാനുണ്ട്. പിന്നെ അടുത്തത് പ്രധാനപ്പെട്ട ഒരു വാർത്ത, രാജ്നാഥ് സിംഗ് ലാവോസിൽ പോകുന്നുണ്ട് അടുത്ത വീക്കിൽ. ചൈനീസ് കൗണ്ടർ പാർട്ടിനെയൊക്കെ ചർച്ച ചെയ്യും. സോ പ്രധാനമായിട്ടും പോകുന്നത് ഡിഫൻസ് മീറ്റിങ്ങിനാണ്. അവിടെയാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? AD, ഇതും സിവിൽ സർവീസിന്റെ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാവുന്നതാണ്. എന്താണ് ADMM? എന്താണ് ADMM പ്ലസ്? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം. വിച്ച് ഓഫ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ADMM പ്ലസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ലാവോസിലാണ് പോകുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് എവിടെയാണ് ലാവോസ് എന്നുള്ളത് അറിയാമെന്ന് വിചാരിക്കുന്നു. എവിടെയാണ് ലാവോസ് എന്നുള്ളത് മാപ്പിൽ കണ്ടുപിടിക്കണം. മാപ്പ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് എവിടെയാണ് ലാവോസ്? 11ാമത്തെ ASEAN ഡിഫൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ആണ്. അപ്പോൾ ASEANന്റെ ഡിഫൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് പ്ലസ് ആണ് ADMM എന്ന് പറയുന്നത്. സോ ADMM എന്താണ്? പ്രിലിംസിന് വേണ്ടി പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെ ചോദിക്കാൻ വേണ്ടി ഇവിടെ പാരഗ്രാഫിൽ എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം ഫോർ ASEAN ഗ്രൂപ്പ്. സോ ASEAN രാജ്യങ്ങൾ ഏതാണ്? അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് നേഷൻ രാജ്യങ്ങൾ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം. പ്രിലിംസിന് ഉറപ്പായിട്ടും വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ASEAN രാജ്യങ്ങൾ എന്ന് ചോദിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റണം. പ്ലസ് 8 ഡയലോഗ് പാർട്ട്നേഴ്സ്. 8 ഡയലോഗ് പാർട്ട്നേഴ്സിനെയാണ് ഇവർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ADMM-ൽ അവരുടെ ഡിഫൻസ് മിനിസ്റ്റേഴ്സിന്റെ ചർച്ചയാണ്. അപ്പോൾ 8 ഡയലോഗ് പാർട്ട്നേഴ്സ് ഏതെന്ന് വെച്ചാൽ ASEAN രാജ്യങ്ങൾ ഏതാണ്? അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് നേഷൻസ് കൂടാണ്ട് 8 ഡയലോഗ് പാർട്ട്നേഴ്സ് ഉണ്ട്. ഓർത്ത് വെച്ചോ, ഓസ്ട്രേലിയ ഉണ്ട്, ചൈന,
ഇന്ത്യ, ജപ്പാൻ, ന്യൂസിലാൻഡ്, സൗത്ത് കൊറിയ, റഷ്യ, US. അപ്പൊ ഇന്ത്യ ഇതിൽ ASEAN ഡയലോഗ് പാർട്ട്ണറിൽ ഉള്ളതാണ്, 8 ഡയലോഗ് പാർട്ട്ണറിൽ ഒന്നാണ്. സോ ADMM+ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം, എന്താണ് ADMM+ എന്നും കൂടെ. സോ അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. പിന്നെ എനിക്കൊന്ന് ബിസിനസ് പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രംപ് വന്നാൽ നോ നീഡ് ടു വറി യെറ്റ് എന്നാണ് പറയുന്നത്. ഇതുവരെ നമ്മൾ അന്ന് ട്രംപ് ജയിച്ച സമയത്ത് എല്ലാ വാർത്തകളും ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അന്ന് പറയുന്ന പ്രധാന കാര്യം ട്രംപ് വന്നാൽ ഒരുപാട് മാറ്റങ്ങൾ വരും. പക്ഷെ ഇപ്പോഴും US പ്രസിഡന്റ് പറഞ്ഞിരിക്കുകയാണ്, ഇന്ത്യനെ വിളിച്ച പേരാണ് ടാരിഫ് അബ്യൂസർ. ഇന്ത്യ ടാരിഫ് അബ്യൂസർ എന്നാണ് പറയുന്നിരിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ട് ഒരു കാര്യം കൊണ്ടുവരാൻ പറ്റും, ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇമ്പോർട്ട് ടാരിഫ് വളരെ ഹൈ ആയിട്ട് വെക്കും. ഇമ്പോർട്ട് ടാരിഫ് വളരെ ഹൈ ആയിട്ട് തന്നെ വെക്കും. കാരണം ഇതൊരു പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസിയും കൂടാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസി. വേറെ ഒന്നുമല്ല, ചൈനയെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യും. വേറെ ഒന്നുമല്ല, ഇതിപ്പോൾ US മാർക്കറ്റ് ആണെന്ന്, US ഇതാണെന്ന് വിചാരിക്കാം, ഇത് US ആണ്. അപ്പോൾ USലേക്ക് ചൈനയിൽ നിന്നൊരു പ്രൊഡക്റ്റ്, ഒരു കാര്യങ്ങളോ അങ്ങോട്ട് വരുന്ന സമയത്ത്, ഇവിടെ പോകുന്ന സമയത്ത് ഇവിടെ ഭയങ്കരമായ ടാരിഫ് ഏർപ്പെടുത്തും. സോ ഇവിടെ വിൽക്കുന്ന സമയത്ത് ഈ പ്രോഡക്റ്റിന്റെ വില ഭയങ്കര ഹൈ ആയിരിക്കും. സോ ഇതിന്റെ ഡിമാൻഡ് വളരെയധികം കുറയും. ആൾക്കാർ വാങ്ങില്ലല്ലോ. 5 രൂപയുടെ സാധനം ഇവിടെ 10,000 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വാങ്ങും? നിങ്ങൾ ആരും വാങ്ങില്ല. അപ്പോൾ അതിന്റെ ഡിമാൻഡ് അടിച്ച് കളയും. അപ്പം ഇതേപോലെ ടാരിഫുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അമേരിക്ക വന്നതിന് ശേഷം ഭയങ്കര മാറ്റം കൊണ്ടുവരുന്നു പറയുന്നുണ്ട്. പക്ഷെ ഇന്ത്യക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ നോക്കേണ്ടത്. ഇപ്പൊ എന്തെങ്കിലും പറയണം, ഇത് വളരെ പ്രിമച്ചുർ ആയിരിക്കും. ട്രംപ് വന്നല്ലേ ഉള്ളൂ, തീരുമാനം എടുക്കട്ടെ എന്നിട്ട് പറയാമെന്നാണ് പറയുന്നത്. സോ പിന്നെ ബാക്കി കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് സിവിൽ സർവീസിനും പരീക്ഷയ്ക്കും അടുത്ത പരീക്ഷകൾ പഠിക്കുന്നതിൽ പ്രധാനപ്പെട്ടൊരു പോയിന്റ്, സംഭവം ചെറിയ വാർത്തയായിരിക്കും, അതിനകത്ത് നമുക്ക് കാണേണ്ടത് ഒരു കാര്യമുണ്ട്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല നോർമൽ രീതിയിൽ. എന്താണ് IPEF? ഇതൊക്കെ പ്രിലിംസിനും പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോഴായിരിക്കും നമ്മൾ കാണുന്നത്. എന്താണ് ഈ IPEF എന്ന് പറയുന്നത്? IPEF എന്ന് പറയുന്നത് ഇന്ത്യ പസഫിക് എക്കണോമിക് ഫ്രെയിംവർക്ക് ഫോർ പ്രോസ്പെരിറ്റി എന്നാണ്. അവിടെയാണിത് കണ്ടോ, ഇന്ത്യ പസഫിക് എക്കണോമിക് ഫ്രെയിംവർക്ക് ഫോർ പ്രോസ്പെരിറ്റി. അതാണ് IPEF എന്ന് പറയുന്നത്. ഇത് അമേരിക്ക കൊണ്ടുവന്ന സംഭവം തന്നെയാണ്, അമേരിക്ക തന്നെ കൊണ്ടുവന്നതാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സും 13ഓളം രാജ്യങ്ങൾ, ഈ ഇന്ത്യ പസഫിക് എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യ പസഫിക് റീജിയനിലാണ്, ഇൻഡോ പസഫിക് റീജിയനിൽ അമേരിക്കയും 13 രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ക്ലബ്ബ് പോലെ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആ വാക്കി തന്നെയുണ്ട്, എക്കണോമിക് ഫ്രെയിംവർക്ക് ഫോർ പ്രോസ്പെരിറ്റി. അങ്ങോട്ടും ഇങ്ങോട്ടും എക്കണോമിക്കലി ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അസോസിയേഷനാണ്. പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാളെ ഇൻഡോ പസഫിക് റീജിയനിലൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എടുത്തു പറയാവുന്നതാണ് IPEF, ഇന്ത്യ പസഫിക് എക്കണോമിക് ഫ്രെയിംവർക്ക് ഫോർ പ്രോസ്പെരിറ്റി എന്ന IPEF എന്ന് പറയുന്ന കാര്യം കൂടെ ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഹാവ് എൻ ഐഡിയ ഓൺ ദാറ്റ്. ഓക്കെ, സോ നമ്മൾ ചെറിയ ആർട്ടിക്കിൾ ആണെങ്കിലും ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ RBI മസ്റ്റ് കട്ട് റേറ്റ്സ്, ലുക്ക് ത്രൂ ഫുഡ് പ്രൈസസ്. RBI should cut interest rates to boost economic growth and look through food and prices while deciding a monetary policy. Look through food prices while deciding on the first time a government minister has backed calls to examine the nation's inflation targeting. ആദ്യമായിട്ടാണ് ഒരു മിനിസ്റ്റർ RBIയുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റിനെതിരെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. Central bank should cut interest rates. Growth needs to further impetus growth and news channel. So it absolutely flawed theory to consider inflation when deciding rates. ഫുഡിന്റെ പ്രൈസ് നോക്കി ഇങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി റിപ്പോ റേറ്റ് എന്നൊക്കെ ഉള്ളത് 6% താഴ്ത്തി കൊണ്ടുവരണം, കച്ച് കൊണ്ടുവരണം. സോ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ മറക്കണ്ട. ബാങ്കിന് കൂടുതൽ പൈസ എടുക്കണം, ബാങ്കിന്റെ കയ്യിൽ. അപ്പോൾ RBI റേറ്റ് താഴ്ത്തുമ്പോൾ ഡെഫിനറ്റ്ലി ബാങ്ക് കൂടുതൽ പൈസ എടുക്കും. ബാങ്ക് കൂടുതൽ പൈസ എടുക്കുമ്പോൾ നേരത്തെ ഓപ്പോസിറ്റ്, ബാങ്ക് കൂടുതൽ പൈസ എടുക്കുമ്പോൾ ബാങ്ക് കൂടുതൽ ഓഫർ ചെയ്യും, ആൾക്കാർക്ക് കൊടുക്കും. ഇൻട്രസ്റ്റ് റേറ്റ് താഴ്ത്തി വെക്കും, പലിശ കുറയ്ക്കുമ്പോൾ എല്ലാവരും ലോൺ എടുക്കും. നമ്മളെല്ലാവരും ലോൺ എടുത്ത് എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചുകൊണ്ടിരിക്കും. എക്കോണമിയിൽ കുറേ കാര്യങ്ങൾ വാങ്ങിക്കും. അങ്ങനെ വാങ്ങിക്കുമ്പോൾ എക്കോണമിയിൽ ഒരുപാട് പൈസ വരും, ഡിമാൻഡ് ഉണ്ടാവും, മൊത്തത്തിൽ ഗ്രോത്ത് ഉണ്ടാവും. അതാണ് ഇതിന്റെ കഥ. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഒരു മിനിസ്റ്റർ തന്നെ ഗവൺമെന്റിനെതിരെ RBIയുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റിനെതിരെ സംസാരിച്ചിരിക്കുന്നത്. ഓക്കെ, സോ പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ സിവിൽ സർവീസിന്റെ എക്കണോമിക്സ്, ഇത് ബിസിനസ് പേജ് ആണ്, എക്കണോമിക്സ് പേജ് ആണ്, അപ്പോൾ ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. ഹോൾസെയിൽ പ്രൈസ് സർജ് ടു 11.6%, ലിഫ്റ്റിംഗ് ഇൻഫ്ലേഷൻ ടു 2.4%. അപ്പോൾ ഇതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ഈ WPI, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്? അപ്പോൾ നമ്മൾ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് CPI, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടു CPIയുടെ വാല്യൂ എന്താണ്, ഇൻഫ്ലേഷൻ റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്താണ്, കോർ ഇൻഫ്ലേഷൻ എന്താണ്. നമ്മൾ CPI എന്ന് പറഞ്ഞാൽ എന്താ,
ഇത് ഒറ്റ വാക്ക് ഇതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കി പോയിക്കോ. കൂടുതൽ ക്ലാസിന്റെ ആവശ്യമൊന്നുമില്ല, ഇപ്പൊ തന്നെ മനസ്സിലാക്കിക്കോ. CPI എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷൻ കാറ്റഗറൈസ് ചെയ്യുന്നത് സാധാരണ കൺസ്യൂമർ വാങ്ങുന്ന പടമാണ്. നമ്മളൊരു കൺസ്യൂമർ വാങ്ങിക്കുന്ന പോലെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളില്ലേ, നമ്മുടെ കൺസ്യൂമേഴ്സ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഗ്രോസറി വാങ്ങുന്നതും ഈവൻ ഒരു മൂവി ടിക്കറ്റ് വാങ്ങിക്കുന്നത്, അതിലൊക്കെ ഇൻഫ്ലേഷൻ വന്നോ ഇല്ലെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു കൺസ്യൂമർ ലെവലിൽ ചെയ്യുന്നതാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അതുകൊണ്ടാണ് ഇതിനെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. ഇതിൽ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ ഇതാണ്. കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ വോളറ്റൈൽ ആയിട്ടുള്ള കാര്യങ്ങൾ മൈനസ് ചെയ്യും. ഉദാഹരണത്തിന് ഫുഡ്, എനർജി ഒക്കെ ഭയങ്കര പ്രൈസ് കൂടാൻ കുറയാനൊക്കെ സാധ്യത. അപ്പോൾ ഇതിനെ എടുത്ത് മാറ്റുമ്പോൾ ഇതിനെ മൈനസ് ചെയ്തിട്ട് എടുക്കുന്ന ഇൻഫ്ലേഷനാണ് കോർ ഇൻഫ്ലേഷൻ. പക്ഷെ ഇപ്പോഴത്തെ സൈഡിൽ WPI എന്ന് പറയുമ്പോൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഇത് ഹോൾസെയിലാണ്. അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇത് കൂടുതലും ഒരു ബിസിനസ്സസ് വാങ്ങുന്നതാണ്. അതായത് ബിസിനസ് ഹൗസസ് വാങ്ങിക്കുന്ന ഇൻഫ്ലേഷനാണ്, കസ്റ്റമേഴ്സിന്റെ അല്ല. ഒരു ബിസിനസ് ഹൗസ് ലെവലിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു കസ്റ്റമർക്ക് സെല് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വരുന്ന ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ഇപ്പോൾ ഉദാഹരണം റോ മെറ്റീരിയൽസ്, കസ്റ്റമർ അറിയുന്നില്ലല്ലോ നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങുന്നതിന്, അല്ലെങ്കിൽ ഫാക്ടറിയിലൊക്കെ വരുന്ന അങ്ങനത്തെ ഒരു ബിസിനസ് ലെവലിലുള്ള അങ്ങനത്തെ കാര്യങ്ങളാണ്. അങ്ങനത്തെ ഫാക്ടറി ലെവലിലുള്ള അല്ലെങ്കിൽ റോ മെറ്റീരിയലൊക്കെ എത്രത്തോളം ആ ഇൻഫ്ലേഷൻ കാറ്റഗറൈസ് ചെയ്യുന്നതാണ്. സോ ഇറ്റ്സ് മോർ ഓഫ് ഹോൾസ്. ഇത് അപ്പോൾ റീറ്റെയിൽ കസ്റ്റമേഴ്സിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് അതാണ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് കുറച്ചും കൂടെ ഒരു ബിസിനസ് ഹൗസസിന്റെ ആണ്, മറ്റത് കസ്റ്റമേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ ഡെഫിനറ്റ്ലി ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാനത് ഷെയർ ചെയ്തത്. സോ ഡെഫിനറ്റ്ലി ഒന്ന് അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത ഇന്റർനാഷണൽ പേജ് നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ UN ന്യൂക്ലിയർ ചീഫിനോട് പറഞ്ഞപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഏജൻസി വരുന്നുണ്ട്, IAEA. നമ്മൾ ഇതിനെക്കുറിച്ച് വളരെയധികം ബോധവാനായിരിക്കണം. IAEA ഇന്റർനാഷണൽ എന്താണ്, അറ്റോമിക് എനർജി ഏജൻസി ആണോ, അറ്റോമിക് എനർജി. അപ്പോൾ ഈ അറ്റോമിക് റിലേറ്റഡ് ആയിട്ടുള്ള IAEAയുടെ പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത്, എന്ത് തരം ബോഡിയാണെന്നുള്ളത് നമ്മൾ പഠിക്കണം. ഇനി പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ന്യൂസിലുണ്ട്. പിന്നെ അനദർ ഇമ്പോർട്ടൻറ്റ് ന്യൂസ്, മാപ്പ് സ്റ്റഡി. എവിടെയാണ് ഉഗാണ്ട? നമ്മൾ എന്നും തമാശയ്ക്ക് പറയുന്ന ഉഗാണ്ടയിലേക്ക് പോവാണെന്നൊക്കെ ചോദിക്കുന്ന പോലെ കഴിഞ്ഞ ഒരാഴ്ചയുടെ എത്ര ആഫ്രിക്കൻ കൺട്രീസ് ആണ്, മൊറിറ്റാനിയ, ചാഡ്, അതേപോലെ ബോട്സ്വാന, ഉഗാണ്ട, അങ്ങനെ ഇപ്പോൾ ആഫ്രിക്കയുടെ മാപ്പിൽ ഇവരൊക്കെ ഇവിടെ ഏതാണെന്ന് കണ്ടുപിടിക്കുക. സൗത്ത് ആഫ്രിക്കൻ മൈനേഴ്സ്, ഇല്ലീഗൽ മൈനേഴ്സിനെ സഹായിക്കില്ല എന്ന് പറഞ്ഞു. സൗത്ത് ആഫ്രിക്കയിൽ ഒരുപാട് മൈനിങ് മാത്രമല്ല, ഒരുപാട് ഡയമണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം കൂടാണ് സൗത്ത് ആഫ്രിക്ക. സോ അതും കൂടെ ഓർത്ത് വെച്ചോളൂ. പിന്നെ അടുത്തത് ഒരു ഇന്റർനാഷണൽ റിലേഷൻസ് വാർത്തയാണ്. ആ ഇന്റർനാഷണൽ റിലേഷൻസ് വാർത്ത എന്ന് പറയുന്നത് കൂടുതലും നേപ്പാൾ ഇന്ത്യ റിലേഷനെ കുറിച്ചിട്ടാണ് വാർത്ത സംസാരിക്കുന്നത്. സോ ആ ഒരു രീതിയിൽ നമുക്ക് ഈ വാർത്ത ഇമ്പോർട്ടൻ്റ് ആണ്. സോ പഴയ ഒപ്പോസിഷനാണ്, പഴയ നേതാവാണ് പ്രചണ്ഡ. ഇപ്പോഴത്തെ നേതാവായിട്ടുള്ള PM ഒലി പ്രസിഡന്റ് പ്രൈം മിനിസ്റ്ററായിട്ടും പുതിയ പ്രൈം മിനിസ്റ്ററായിട്ട് അദ്ദേഹം ചൈനയിലേക്കാണ് വിസിറ്റ് ചെയ്തത്. ചൈന കാർഡ് കളിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നേപ്പാളിന് ഇന്ത്യ ആയിട്ടുള്ള ഒരു ബന്ധം വെച്ചിട്ട് എപ്പോഴും ഒരു കൺവെൻഷൻ അനുസരിച്ച് ഇന്ത്യയിലാണ് ഇലക്ഷൻ കഴിഞ്ഞ ശരിക്കും ഇന്ത്യയിലാണ് ഫസ്റ്റ് വിസിറ്റ് വരുന്നത്. അപ്പോൾ ചൈനയിലേക്ക് പോകുന്ന കാണുമ്പോൾ തന്നെ ചൈനയോടുള്ള ഒരു അസോസിയേഷൻ കാണിക്കുകയാണ്. അപ്പോൾ പഴയ പ്രധാനപ്പെട്ട പ്രചണ്ഡ എന്ന് പറയുന്നത് പഴയ നേപ്പാൾ പ്രൈം മിനിസ്റ്റർ ആണ്, ഇഫ് ഐ എം നോട്ട് റോങ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ഇന്ത്യ ഇത് ചെയ്യുന്നത് ശരിയല്ല, ഇന്ത്യയുടെ കൂടെ തന്നെ നമ്മൾ നിൽക്കണം, കാരണം അത് ഇന്ത്യയാണ് നമ്മുടെ ഇമ്മീഡിയറ്റ് നെയ്ബർ. അത് നമ്മൾ നന്നായിട്ട് കളിച്ചില്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസ് വഷളാവും, അത് നേപ്പാളിന് പിന്നീട് ദോഷം ചെയ്യുന്നതാണ് അദ്ദേഹം ഈ ആർട്ടിക്കിളോട് അറിയിക്കുന്നത്. ഓക്കെ, സോ അത് ഇന്ത്യ നേപ്പാൾ റിലേഷനിൽ ഒരു കാര്യം മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ അനൂറ, പുതിയ ശ്രീലങ്കാസ് പ്രസിഡന്റ് എലക്ഷൻ നടക്കുകയാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വലിയൊരു സ്ട്രോങ് പ്രസൻസ് ശ്രീലങ്കൻ പാർലമെന്റിൽ വേണം. അത് ശ്രീലങ്കൻ ഇലക്ഷനെ കുറിച്ചാണ് വാർത്ത. പിന്നെ ട്രംപ് കുറെ പുതിയ ആൾക്കാരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, അറ്റോർണി ജനറൽ ആയിട്ടും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ടൊക്കെ. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യമാണ് ബേസിക്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് തന്നെ ബക്കു അല്ലെങ്കിൽ COP29 കുറിച്ച് വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓൾറെഡി പല കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, കമ്മിറ്റ്മെന്റ്. അപ്പോൾ ഇതിനകത്ത് എടുത്തു പറയേണ്ട പാരീസ് കമ്മിറ്റ്മെന്റും കാർബൺ ട്രേഡിങ്ങും, അതേപോലെ NSQG. എന്താണ് NSQG? ന്യൂ കളക്റ്റീവ് ന്യൂസ്. എന്താണ് NSQG? നമ്മൾ പല പ്രാവശ്യവും ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ എന്താണ് NSQG എന്നുള്ളതും കൂടെ ഡിസ്കസ് ചെയ്യണം. ക്വാണ്ടിഫൈഡ് ഗോളാണ്, അതൊരു തരത്തിലുള്ള ഒരു ന്യൂ ക്വാണ്ടിഫൈഡ് ഗോളാണ്. ഏകദേശം ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസും തമ്മിൽ ഏകദേശം ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഏകദേശം $100 ബില്യൺ പറഞ്ഞിരിക്കുന്നത്. അത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത് ഡെവലപ്പിംഗ് കൺട്രീസിനെ കൊടുത്ത് സഹായിച്ച് ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ സോൾവ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, എന്താണ് ഈ ബേസിക് കൺട്രീസ് എന്ന് ഉദ്ദേശിക്കുന്നത്? അവിടെയാണ് ദ കീ ക്വസ്റ്റ്യൻ. അവിടെ നമ്മളിങ്ങനെ എന്താണ്
ഈ രാജ്യം എന്നുള്ളതൊന്നൊക്കെ നമ്മൾ ആലോചിച്ച് ഡിസ്കസ് ചെയ്തിരിക്കുന്നില്ലെന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ എന്താണ് ഈ ബേസിക് കൺട്രീസ് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. സോ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഓൾറെഡി പറഞ്ഞിരിക്കുകയാണ്. അതായത് ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ, ചൈനയാണ് ബേസിക് കൺട്രീസ് എന്ന് വരുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ എന്താണ് പറയുന്നത്, നമ്മൾ പാരീസ് എഗ്രിമെന്റ് 2015 അത് പൂർണ്ണമായും ഇംപ്ലിമെന്റ് ചെയ്യാൻ സഹായിക്കണം. അതേപോലെ ഡെവലപ്ഡ് കൺട്രീസിൻ്റെ അടുത്ത് അവരുടെ കമ്മിറ്റ്മെന്റ് അവർ പാലിക്കാൻ അവരെ നിർബന്ധിക്കണം. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ പൊല്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ നമ്മൾ പാലിക്കണം. അതേപോലെ ടെമ്പറേച്ചർ 1.5 ഡിഗ്രീസിന് മുകളിൽ പോകാത്ത രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. ആൻഡ് നെറ്റ് സീറോ എമിഷൻസിന് വേണ്ടി നമ്മൾ അതേപോലെ ഒരുപാട് എഫേർട്ട് എടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ബേസിക് കൺട്രീസ് ഏതാണെന്ന് മാത്രം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണെന്നുള്ളത്. ഓക്കെ, സോ അതാണ് ഇതിനകത്ത് മെയിനായിട്ട് വന്ന വേറെ കാര്യങ്ങൾ. പിന്നെ ഇതിനകത്ത് മിസ്സായിപ്പോയി എന്തെങ്കിലും കാര്യങ്ങൾ പാരീസ് എഗ്രിമെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അല്ലാതെ വേറൊരു കാര്യം ഇതിനകത്ത് വന്നൊരു കാര്യം CBDRനെ കുറിച്ച് പറയുന്നുണ്ട്. യെസ്, CBDRനെ കുറിച്ച് പറയുന്നുണ്ടോ? 1.5 ഡിഗ്രി പറയുന്നുണ്ട്, നെറ്റ് സീറോ എമിഷൻ പറയുന്നുണ്ട്. ഇസ് ദർ എനിത്തിങ് അബൌട്ട് CBDR? എന്താണ് ഈ CBDR? എന്തായാലും പത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് CBDR എന്ന് പറയുന്നത്. എന്താണ് CBDR? പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് എന്താണ് CBDR? ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയില്ലേ, കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി. എല്ലാവർക്കും ഈ ക്ലൈമറ്റ് ചേഞ്ചിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷെ ചില ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ, എന്താ റെസ്പോൺസിബിലിറ്റി അല്ലേ. ഇപ്പോൾ ചില ആൾക്കാർ, ഇപ്പം ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വളരെ, ക്ലൈമറ്റ് ചേഞ്ചിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വളരെ കുറച്ചാണ്. ചില രാജ്യം ഒരുപാട് വലിയ ഹെവി കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്, പൊല്യൂഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിലും CBDR, കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി അനുസരിച്ചിട്ട് ഓരോരുത്തർക്ക് അവരവരുടെ രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. കൂടുതൽ പൊല്യൂട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി, അങ്ങനെയല്ലേ വേണ്ടത്. അപ്പോഴല്ലേ ഇതിന് പറയുന്ന പേരാണ് ഇക്വിറ്റി. ക്ലൈമറ്റ് ചേഞ്ചിൽ വളരെയധികം ഇക്വിറ്റി വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴല്ലേ കൂടുതൽ പൊല്യൂട്ട് ചെയ്യുന്ന ആൾക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി എടുക്കട്ടെ. അപ്പോൾ അതാണ് ഈ പറയുന്ന ആർട്ടിക്കിളിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത്. സോ ഡെഫിനറ്റ്ലി കീപ് റീഡിങ് IAS ഫാക്ടർ. നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി കമൻസിൽ അറിയിക്കുക. സോ താങ്ക് യു സോ മച്ച്, കീപ് ഗോയിങ്. അടുത്ത ന്യൂസ് ഞാൻ നാളെ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്, ടേക്ക് കെയർ.